എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ സായാഹ്നത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് സംവദിക്കാൻ പോകുന്നത്. എസൻസ് ഗ്ലോബലിൻ്റെ സംവാദ ശ്രേണിയിലെ ടച്ച് സ്റ്റോൺ എന്ന് പേരിട്ടിരിക്കുന്ന സംവാദ ശ്രേണിയിൽ നമ്മൾ നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ഹിന്ദുത്വവാദത്തെക്കുറിച്ച്, ഹോമിയോപ്പതിയെക്കുറിച്ച്, ആയുർവേദത്തെക്കുറിച്ച്, ഇതുപോലെ നിരവധി വിഷയങ്ങൾ ഈ വേദിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കമ്മ്യൂണിസം മാനവികമാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംവദിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് സ്വതന്ത്ര ചിന്തകനായ അഭിലാഷ് കൃഷ്ണൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം എസൻസ് ഗ്ലോബലിൻ്റെ ഒരു പ്രഭാഷകനും സ്വതന്ത്ര ചിന്തകനുമാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സഹസംവാദകനായി എത്തിയിരിക്കുന്നത്, നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് RMPയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് TL സന്തോഷാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സംവാദ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷ് സാർ ചോദിച്ചു, കണ്ണൂരിലേക്ക് ഞാൻ എങ്ങനെ എത്തിയെന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ കടപ്പുറത്തേക്ക് പൂഴിയടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂഴി സുലഭമായിട്ടുള്ള കടലിലേക്ക് എങ്ങനെയാണ് പൂഴിയടിക്കുന്നത്, കണ്ണൂരിലേക്ക്, മാർക്സിസത്തിൻ്റെ ഈറ്റില്ലമായ ഈ കണ്ണൂരിലേക്ക് എങ്ങനെ തൃശ്ശൂർക്കാരനായി ഞാൻ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സംവദിക്കാൻ തയ്യാറുള്ള ആരുമായും നമ്മൾ സംവാദത്തിന് തയ്യാറാണ്. എസൻസ് ഗ്ലോബൽ സംവദിക്കുന്നത് വ്യക്തികളോടാണ്, അത് ആശയത്തെക്കുറിച്ചാണ്. ഏത് വ്യക്തിയോടും ഏത് ആശയത്തെക്കുറിച്ചും സംവദിക്കുന്നതിന് എസൻസ് ഗ്ലോബൽ തയ്യാറാണ്. എന്നാൽ നമുക്ക് ഈ പരിപാടിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഒരുപാട് കാലം മാർക്സിസം എന്ന ആശയം, കമ്മ്യൂണിസം എന്ന ആശയം ഈ ലോകത്തെ ഒരുപാട് കാലം അടക്കി ഭരിച്ചിട്ടുള്ള ആശയമാണ്. തുടർന്ന് കുറേ കാലത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോട് കൂടിയിട്ട് ഏതാണ്ട് പല രാജ്യങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുള്ള ആശയമാണ്. എന്നാലും നമ്മളിന്ന് ഈ ആശയം ഇവിടെ സംവദിക്കുമ്പോൾ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ആദ്യ സെഷൻ നടത്തുന്നത്, പ്രഭാഷണം തുടങ്ങുന്നത് അഭിലാഷാണ്. ഈ സംവാദത്തിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ പറയുകയാണ്. ആദ്യത്തെ 15 മിനിറ്റ് വീതം രണ്ടുപേരും വിഷയം അവതരിപ്പിക്കുന്നതാണ്. ഈ 15 മിനിറ്റിന് ശേഷമുള്ള 10 മിനിറ്റ് വീതമുള്ള 2 സെഷനുകൾ അത് തങ്ങൾക്ക് അവതരിപ്പിച്ച വിഷയത്തെ കൂടുതൽ വിപുലീകരിക്കുന്നതിനോ സഹസംവാദകൻ്റെ വാദഗതികളെ ഖണ്ഡിക്കുന്നതിനോ ഉപയോഗിക്കാവുന്നതാണ്. തുടർന്ന് 10 മിനിറ്റ് വീതമുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനുണ്ട്. അത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനുശേഷം 5 മിനിറ്റ് വീതമുള്ള ഉപസംഹാരമാണ്. നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. സംവാദം ആരംഭിക്കുന്നതിനായിട്ട് അഭിലാഷിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ മാർക്സിസം മാനവികമോ എന്ന സബ്ജക്റ്റിൽ ഒരു സംവാദത്തിന് എന്നെ ക്ഷണിച്ച എസൻസ് ഗ്ലോബലിന് നന്ദി പറയുന്നു. കൂടാതെ ഈ വിഷയത്തിൽ സംവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന TL സന്തോഷിനെയും മോഡറേറ്റർ സുശീൽ കുമാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. വിഷയത്തിലേക്ക് കടക്കാം. മാർക്സിസം മാനവികമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് തന്നെ നമ്മളുടെ ഈ പരിപാടിയുടെ ടാഗ് ലൈനായിട്ട് നമ്മളിവിടെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ മാർക്സിസം മാനവികമല്ല എന്നതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമുക്ക് മാർക്സിസത്തിനെ മുഴുവനായി വിശദീകരിക്കാനുള്ള ഒരു സമയം ഇവിടെ ഇല്ല. ആദ്യത്തെ സെഷൻ 15 മിനിറ്റാണ്. എന്നാലും എന്താണ് മാർക്സിസം എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ടത് മാനവികമല്ല എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത് 1848 അതിനുശേഷം അദ്ദേഹം മരിക്കുന്നിടം വരെ ദാസ് ക്യാപിറ്റൽ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ 2 പുസ്തകങ്ങളിലും അതുപോലെ ജർമ്മൻ ഐഡിയോളജി, ക്രിട്ടിക് ഓഫ് ഗോദ പ്രോഗ്രാം തുടങ്ങിയ പുസ്തകങ്ങളിലൂടെയൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് മാർക്സിസം എന്ന പേര് നമ്മൾ അറിയപ്പെടുന്നത്. അത് മാർക്സിൻ്റെ പുസ്തകങ്ങൾ മാത്രമല്ല, മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടെ ചേർന്ന് എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഏംഗൽസ് സ്വന്തമായി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എങ്കിലും അതിനറിയപ്പെടുന്നത് മാർക്സിസം എന്ന രീതിയിലാണ്. അതിനുശേഷം ലെനിൻ അതിൽ കൂടിച്ചേർക്കലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർ മുന്നോട്ട് വെച്ച ആശയ പരിസരത്തെയാണ് നമ്മൾ മാർക്സിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാർക്സിസം? മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചരിത്രത്തെ വിശദീകരിച്ചതിന് ശേഷം ചരിത്രത്തിൽ നിന്നും ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ജനറൽ ലോസ്
അതായത് ഫിസിക്സിൽ ന്യൂട്ടൺ കണ്ടെത്തിയതുപോലെ പരിണാമത്തിൽ ഡാർവിൻ കണ്ടെത്തിയതുപോലെയുള്ള ലോസ് ചരിത്രത്തിലുണ്ടെന്നും ചരിത്രം ആ ലോസ് വഴിയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഉള്ള ഒരു പുതിയ വിശദീകരണമാണ് മാർക്സ് മുന്നോട്ട് വെച്ചത്. ആ വിശദീകരണം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ മാർക്സ് പറയുന്നുണ്ട്, ഇതുവരെയുള്ള ചരിത്രകാരന്മാരല്ലേ ചരിത്രത്തെ വിശദീകരിച്ചത് ഏതെങ്കിലും മഹാന്മാർ ചെയ്ത പ്രവർത്തനങ്ങളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അവർ ചരിത്രത്തിൻ്റെ മാറ്റങ്ങളെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ചരിത്രം മുന്നോട്ട് പോകുന്നത് മറ്റൊരു രീതിയിലാണ്. അതിൻ്റെ ലോസ് താൻ കണ്ടെത്തി എന്നുള്ളൊരു അവകാശവാദമാണ് യഥാർത്ഥത്തിൽ മാർക്സിസം. അപ്പോൾ എന്താണ് മാർക്സ് മുന്നോട്ട് വെക്കുന്നത്? അത് വൈരുദ്ധ്യാത്മക രീതിയിലുള്ള ഭൗതികവാദത്തിലൂടെ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്? അത് മെറ്റീരിയലിൻ്റെ, ദ്രവ്യത്തിൻ്റെ മാറ്റത്തിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് ഉൽപാദന ഉപകരണങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ആണ് ചരിത്രം ഓരോ ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്ന്. അങ്ങനെ ഘട്ടം ഘട്ടമായി വികസിച്ചു വന്ന ചരിത്രത്തിൻ്റെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇന്നുള്ളതെന്നും, അതായത് അന്ന് 19-ാം നൂറ്റാണ്ടിലാണെന്ന് എഴുതുന്നത്, ആ സമയത്ത് ക്യാപിറ്റലിസത്തിലാണ് നമ്മൾ ഉള്ളതെന്നും, അതിനു മുമ്പുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് ഫ്യൂഡലിസം ആണെങ്കിലും അതിനു മുമ്പുള്ള അടിമ വ്യവസ്ഥയാണെങ്കിലും എല്ലാം ആണെങ്കിലും അവിടെയെല്ലാം മനുഷ്യൻ വർഗങ്ങളായി തിരിഞ്ഞുകൊണ്ട്, രണ്ട് വർഗങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട്, അതായത് ഉടമസ്ഥനും ഉടമസ്ഥനല്ലാത്തവനും, അല്ലെ ഒന്നുകിൽ അത് മുതലാളി തൊഴിലാളി, അല്ലെങ്കിൽ അത് ജന്മി കുടിയാൻ, അല്ലെങ്കിൽ അടിമ ഉടമ എന്നുള്ള വ്യവസ്ഥയിലെല്ലാം ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നെന്നും ഈ രണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള രണ്ട് വർഗങ്ങളുടെ സംഘട്ടനത്തിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്നാണ് മാർക്സ് വിശദീകരിച്ചത്. അപ്പോൾ ആദ്യകാലത്തൊരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ മാവേലി നാട് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷെ ആ മാവേലി നാടിലെ സമ്പൽ സമൃദ്ധിയൊന്നുമില്ല, പക്ഷെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ വ്യത്യസ്ത വർഗ്ഗങ്ങളിലെ എല്ലാവരും എല്ലാം പങ്കിട്ടെടുത്തിരുന്ന ഒരു സമയം. പക്ഷെ ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല, സാങ്കേതികവിദ്യ പുരോഗമിച്ചിട്ടില്ല. അപ്പോൾ ആ കാലത്ത് എന്തൊക്കെയുണ്ടായിരുന്നു അത് എല്ലാവരോടും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നു, അവരെല്ലാവരോടും ഉപയോഗിക്കുന്നു എന്നുള്ള പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നൊരു കൺസെപ്റ്റ്. ഇപ്പോൾ കുറച്ച് മുമ്പുള്ള ഡിസ്കഷനിലൊക്കെ അങ്ങനെ ഒരു സമൂഹം ഇവിടെ നിലനിന്നിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പക്ഷേ മാർക്സ് സങ്കല്പിച്ചിരുന്നത് അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നും, അതിനുശേഷം പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം വന്നപ്പോൾ ഒരു വർഗം മറ്റൊരു വർഗത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ഒരു വർഗം അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ ഒരു അധ്വാനവും നടത്താതെ മറ്റൊരു വർഗം അതിനെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്നു എന്നുമാണ്. അങ്ങനെയാണ് രണ്ട് വർഗ്ഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ രണ്ട് വർഗ്ഗങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നാണ്, അതായത് ആ സാമ്പത്തിക ബന്ധങ്ങളിൽ നിന്നാണ്, എക്കണോമിക് റിലേഷൻഷിപ്പിൽ നിന്നാണ് മറ്റ് ബന്ധങ്ങളെല്ലാം ഉടലെടുക്കുന്നത് എന്നാണ് മാർക്സ് വിശദീകരിച്ചത്. ഈ എക്കണോമിക് റിലേഷൻഷിപ്പിൻ്റെ മുകളിലാണ് നിയമങ്ങൾ വരുന്നത്, കല വരുന്നത്, ഭരണകൂടം വരുന്നത്, എല്ലാം വരുന്നത്. അതിനാണ് മാർക്സ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ എക്കണോമിക് റിലേഷൻഷിപ്പിലേക്ക് മറ്റെല്ലാം വന്നു ചേരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി വികസിച്ചിരിക്കുന്ന ക്യാപിറ്റലിസം എന്ന സ്റ്റേജിലാണ് നമ്മളുള്ളതെന്നും ഇതുവരെ ഉള്ള ചരിത്രത്തെ നിന്നും നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകുമെന്നും ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് പറയാൻ പറ്റുമെന്നാണ് മാർക്സ് അവകാശപ്പെട്ടത്. അപ്പോൾ മാർക്സ് പറഞ്ഞത് ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻ കൊണ്ട്, അതിൻ്റെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പരാജയപ്പെടുകയും ആ പരാജയപ്പെടുന്ന സമയത്ത് ക്യാപിറ്റലിസം അതുവരെ നിർമ്മിച്ചെടുത്ത എല്ലാ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് ഒരുമിച്ച് ഇതിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നും ആ ഒരു സ്റ്റേറ്റിനെയാണ് സോഷ്യലിസം എന്നും മാർക്സ് വിളിക്കുന്നത്. ഈ സോഷ്യലിസം അങ്ങനെ വെറുതെ ഉണ്ടാവുകയില്ല. സോഷ്യലിസം ഈ ലോസ് അനുസരിച്ച് തുടർച്ചയായി സംഭവിക്കേണ്ട കാര്യമാണ്. അത് മാർക്സിന് മുമ്പ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സോഷ്യലിസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറഞ്ഞത് ധാർമ്മികമായി സോഷ്യലിസം ശരിയാണ്, അതുകൊണ്ട് സോഷ്യലിസത്തിലേക്ക് നമ്മൾ കടക്കണമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ പോകേണ്ടത് ഒരു വിപ്ലവത്തിലൂടെ വേണം അടുത്ത സ്റ്റേജ് കണ്ടെത്താൻ എന്നുള്ളതാണ്. അപ്പോൾ മാർക്സിസത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ട് മാർക്സിസം മാനവികമല്ല എന്നുള്ളത് ഇതിൽ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വിപ്ലവം വേണം, വിപ്ലവത്തിലൂടെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് സമൂഹം പോകേണ്ടതെന്ന് മാർക്സ് പ്രവചിച്ചു. മാർക്സ് എഴുതിയിരുന്നതിനകത്തെല്ലാം ഈ വിപ്ലവം ഉടൻ വരും എന്നാണ് മാർക്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാർക്സും ഏംഗൽസും പലപ്പോഴും അവരുടെ ചുറ്റും നടക്കുന്ന സമരങ്ങളെയെല്ലാം വിപ്ലവം ഇപ്പം വരും എന്നുള്ള രീതിയിലാണ് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ വിപ്ലവത്തിന് ശേഷം തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം വരുന്നു. എന്താണ് തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം? ഈ മുതലാളിമാരെയെല്ലാം അവിടെ നിന്നും മാറ്റിയതിന് ശേഷം അതുവരെ അവിടെയുള്ള സമൂഹത്തിലുള്ള പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മുഴുവൻ, ഉൽപാദന ഉപകരണങ്ങൾ മുഴുവൻ തൊഴിലാളി വർഗം കൈക്കലാക്കുകയും ഈ തൊഴിലാളി വർഗം ഇത് കൈക്കലാക്കിയതിന് ശേഷം കുറച്ച് നാൾ ഇത് അവരടക്കി ഭരിക്കുകയും ചെയ്യുന്നു. അതാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത്. ഈ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് ശേഷം ഈ വർഗങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് സ്വാഭാവികമായി സമൂഹം മുന്നോട്ട് പോവുകയും, കാരണം തൊഴിലാളി വർഗം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള
പ്രതിനിധികളാണ്. കാരണം അത്രത്തോളം മെജോറിറ്റി തൊഴിലാളി വർഗ്ഗങ്ങൾക്കുണ്ട്. അപ്പോൾ കുറച്ച് ബൂർഷകളെ, കുറച്ച് മുതലാളികൾ മാത്രം നിലനിൽക്കുന്ന സമൂഹത്തിൽ അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ തൊഴിലാളി വർഗം സമൂഹത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവർ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഭരണകൂടം എന്ന വ്യവസ്ഥ തന്നെ ഇല്ലാതായി പോവുകയും മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുമെന്നാണ് മാർക്സ് പറഞ്ഞത്. അപ്പം ഇതിൽ 3 കാര്യങ്ങളുണ്ട്: തൊഴിലാളി വർഗ സർവാധിപത്യം, അതിനു മുമ്പുള്ള വിപ്ലവം, തൊഴിലാളി വർഗ സർവാധിപത്യത്തിലൂടെ നേടിയെടുക്കുന്ന അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൻ്റെ ഉന്മൂലനം. സ്വകാര്യ സ്വത്തിൻ്റെ ഉന്മൂലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് സ്വന്തമായി സ്വത്ത് കൈവശം വെക്കാൻ പറ്റില്ല, എല്ലാ സ്വത്തുക്കളും പൊതു സ്വത്തായി മാറുന്ന പ്രക്രിയ. അപ്പം ഇത് 3-ലൂടെയാണ് സമൂഹം സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലേക്ക് അവസാനമായി എത്തിച്ചേരുക എന്ന് മാർക്സ് പറയുന്നു. ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് മാർക്സിസം മാനവികമല്ലാതായി തീരുന്നത്. കാരണം ഈ 3 കാര്യത്തിലും ഉള്ള ഒരു സംഭവമാണ് ഫോഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇനിഷ്യേഷൻ ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ബലപ്രയോഗത്തിൻ്റെ ആരംഭം. വിപ്ലവം എന്ന് പറയുന്നത് ബലപ്രയോഗത്തിൻ്റെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ഫോമാണ്. ഒരു സമൂഹത്തിൽ വിപ്ലവം നടത്തുക എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അത് തോക്കാകാം, വാളാകാം, എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ തിരിച്ചു വെക്കുകയാണ് വിപ്ലവത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ വിപ്ലവത്തിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കെതിരെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ആളുകളെ കൊല്ലേണ്ടി വരും, അപ്പോൾ ആ വിപ്ലവം വയലൻ്റ് ആകും. അപ്പം ഇനിഷ്യേഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ളത് വിപ്ലവത്തിൽ ഉണ്ട്. തൊഴിലാളി വർഗ സർവാധിപത്യത്തിലുള്ളത് അത് തന്നെയാണല്ലോ. ഒരു വർഗം മറ്റ് വർഗങ്ങളെ എല്ലാവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്ര നാളാണെങ്കിലും, മാർക്സ് പറഞ്ഞതൊരു ട്രാൻസിസ്റ്ററി സ്റ്റേജാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറുമെന്ന് പറയുന്നു. പക്ഷെ അത് എത്ര നാളുണ്ടെങ്കിലും അത് സർവാധിപത്യം തന്നെയാണ്. ഏത് സർവാധിപത്യത്തിനും ഫോഴ്സ് ഉപയോഗിക്കാതെ, കാരണം നമ്മളൊരു സമൂഹത്തിൽ ഒരു വർഗം ആധിപത്യം ചെലുത്തുമെന്ന് പറയുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മറ്റു തരത്തിൽ ചിന്തിക്കുന്ന വ്യക്തികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരെയെല്ലാം അടക്കി ഭരിക്കാതെ തൊഴിലാളി വർഗം സർവാധിപത്യം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിലും ഫോഴ്സ് ഉണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അബോളിഷനിലും തീർച്ചയായും ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ സ്വത്ത് നമുക്ക് പിടിച്ചടക്കാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഫോഴ്സ് ഒരു മാനവിക വിരുദ്ധമായ ആശയമാകുന്നത്? ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ, ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തും ആകാലോ. ഇപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാളിപ്പോൾ വടിവാളുമായിട്ട് വരികയോ അല്ലെങ്കിൽ ഒരു തോക്കുമായി ചാടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാം മാർക്സിസം മാനവികമാണ് എന്നാണ്. കാരണം എനിക്ക് എൻ്റെ ജീവനാണ് വില. അപ്പോൾ എന്താണ് ഫോഴ്സ് ഉപയോഗിക്കൽ സംഭവിക്കുക? ഓരോ ഇൻഡിവിജ്വലും അവൻ്റെ ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. എനിക്കെതിരെ ഒരാൾ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ജീവഭയം ഉണ്ടാകുന്നു എന്നതിലുപരി, എൻ്റെ ബോഡിക്ക് എന്തെങ്കിലും പറ്റുന്നു എന്നതിനുപരി അവിടെ സംഭവിക്കുന്നത് എനിക്ക് ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ റാഷണാലിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മികച്ച മൂല്യങ്ങൾ കണ്ടെത്താനെങ്കിൽ ചിന്ത വേണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച്, ചിന്തിച്ച്, അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഏതാണ് നല്ല ഗുണം, ഏതാണ് ചീത്ത ഗുണം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മികച്ച മൂല്യങ്ങൾ കണ്ടെത്തുന്നത്, മികച്ച ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഫോഴ്സ് ഉപയോഗിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് സ്വയം ചിന്തിച്ച് തീരുമാനമെടുത്ത ഒരു കാര്യം നടപ്പിലാക്കാനുള്ള കഴിവാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം മികച്ച മൂല്യങ്ങളിൽ നിന്ന് മാറുന്നു, റിയാലിറ്റിയിലൂടെ അയാളുടെ ബന്ധം നഷ്ടപ്പെടുന്നു, വൈരുദ്ധ്യത്തെ അംഗീകരിക്കാൻ അയാൾ നിർബന്ധിതനാകുന്നു. അയാളുടെ ജഡ്ജ്മെന്റ് ഉപേക്ഷിച്ചുകൊണ്ട് ആരാണോ ഫോഴ്സ് ഉപയോഗിക്കുന്നത് അവർ പറയുന്ന വാല്യൂ സിസ്റ്റം ഏറ്റെടുക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടി വരും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? അയാളുടെ എല്ലാവിധ മികച്ച മൂല്യങ്ങളും നഷ്ടപ്പെട്ട അയാൾക്ക് പിന്നെ 3 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ ആ രാജ്യം വിട്ടു പുറത്തു പോവുക, അല്ലെങ്കിൽ എല്ലാം മറന്ന് ഒരു നിസ്സംഗതനായി സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു ശവം പോലെ ജീവിക്കുക, അല്ലെങ്കിൽ സ്വയം മരിക്കുക, ആത്മഹത്യ ചെയ്യുക. ഈ 3 ഓപ്ഷൻസേ ഒരാളുടെ മുന്നിലുള്ളൂ. അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ തള്ളിയിട്ടു എന്നുള്ളതാണ് മാർക്സിസം മുന്നോട്ട് വെച്ചത്. അങ്ങനെ ചെയ്യാൻ തയ്യാറായുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആശയ പരിസരം സൃഷ്ടിച്ചു കൊടുത്തു. കാരണം വിപ്ലവം അനിവാര്യമാണ്, തൊഴിലാളി വർഗ സർവാധിപത്യം അനിവാര്യമാണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ നിരാകരണം അത് ശാസ്ത്രീയമാണ്, അത് എന്തായാലും നടത്തിയേ പറ്റൂ എന്നുള്ള ഒരു വാദത്തിലേക്ക് വന്നപ്പോൾ ഈ 3 കാര്യങ്ങളും വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ മറ്റ് യുക്തി മാത്രമല്ല നഷ്ടപ്പെടുക, മറ്റ് പല മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. അതിലൊന്നാണ് പ്രൊഡക്റ്റീവ്നെസ്. നമുക്കൊരിക്കലും ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ കൊണ്ട് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ വളരെ വേഗം ഈ ഭൂമിയിൽ അവരുടെ കാലം അവസാനിച്ചത്. 1991 അവർ കൊളാപ്സ് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് അവിടെ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു വീണത്. അതേസമയം റീസൺ ആണെങ്കിൽ ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സംവദിച്ച് തീർക്കാം എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എപ്പോഴും മികച്ച മൂല്യങ്ങളായിരിക്കും വിജയിക്കുക. അതേസമയം ഫോഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കുക അവനാണ് ജയിക്കുക.
ഒരു പോക്കറ്റടിക്കാരനും ഒരു കൊലപാതകയും തമ്മിലുള്ള മത്സരത്തിൽ ഒരു കൊലപാതകയെ ജയിക്കുകയുള്ളൂ. ഒരു തോക്ക് ഉപയോഗിച്ച് കൊലപാതകം ചെയ്യുന്നതിനും ബോംബ് ഉപയോഗിച്ച് കൊലപാതകം ചെയ്യുന്നതിനും ആണെങ്കിൽ അവിടെ ബോംബ് ഉപയോഗിക്കുന്നതിനെ ജയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ലെനിന് ശേഷം സ്റ്റാലിൻ വന്നത്. ലെനിനേക്കാൾ ഭീകരവാദിയായിരുന്നു സ്റ്റാലിൻ. ആരാണ് ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ട് പെരുമാറുക? അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഫോഴ്സ് സ്റ്റാൻഡേർഡായിട്ടുള്ള അല്ലെങ്കിൽ ബലപ്രയോഗം സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു സമൂഹത്തിൽ വിജയിക്കുകയുള്ളൂ. അതാണ് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത്, അതാണ് ചൈനയിൽ സംഭവിച്ചത്, അതാണ് കംബോഡിയയിൽ സംഭവിച്ചത്. ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇങ്ങനൊരു പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ആ പുസ്തകം അയച്ചു തന്നിട്ട് അത് വായിക്കാൻ പറഞ്ഞു. പക്ഷേ ആ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചില്ല. അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ പുസ്തകം നിർത്തി. കാരണം ആ പുസ്തകം മുഴുവൻ വായിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ക്രോണിക് ഡിപ്രഷനിലേക്ക് അകപ്പെടും. അത്രമാത്രം കൊലപാതകങ്ങളാണ് ഈ ഐഡിയോളജി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് നടത്തിക്കൂട്ടിയത്. മരണത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ മാർക്സിസം പോലെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള മറ്റൊരു ഫിലോസഫി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസത്തിലെ ചില കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം 20 മില്യണാണ്. ചൈനയിൽ 65 മില്യൺ, നോർത്ത് കൊറിയയിൽ 2 മില്യൺ, കംബോഡിയയിൽ 2 മില്യൺ, ഈസ്റ്റേൺ യൂറോപ്പിൽ 1 മില്യൺ, ലാറ്റിൻ അമേരിക്കയിൽ 0.1 മില്യൺ, ആഫ്രിക്കയിൽ 1.7 മില്യൺ, അഫ്ഗാനിസ്ഥാനിൽ 1.5 മില്യൺ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 10 കോടി ആൾക്കാരുണ്ടാവും. ഒരു നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് 10 കോടി ആൾക്കാരെ കൊന്ന ഒരു ആശയം അത് മാനവികമാണോ എന്ന് പോലും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 10 കോടി ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 3 കോടിയാണ്. ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 3 കോടി വെച്ചുണ്ടാവും. അത് 2 വലിയ രാജ്യങ്ങളുടെയും നമ്മുടെ കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെയും കൂടെ ജനസംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 9 കോടിയാവുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരാണ് ഈ രാജ്യങ്ങളിലൊക്കെ മരിച്ചു വീണത്. എന്തിനാണ് ഇവരൊക്കെ മരിച്ചു വീണത്? ഇപ്പം നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അയൺ റാൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ച് ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിച്ച് അയാൾക്ക് ഒരു നന്മയും നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റില്ല എന്ന്. ഫോഴ്സ് ഉപയോഗിച്ച് ഒരാൾക്ക് നന്മ നേടിക്കൊടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല മനോഹരമായ ഒരു ചിത്രം തന്നിട്ട് നിങ്ങൾ ആസ്വദിക്കാൻ പറയുന്നതിന് തുല്യമാണ്. അത് നല്ലതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കമ്മ്യൂണിസം അതിൽ ഒരു സ്റ്റെപ്പ് കൂടെ കടന്നിട്ട് നമ്മളുടെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് നമ്മൾക്കല്ല അവർ ഒരു നല്ല ചിത്രം തരുന്നത്. അവർ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഉണ്ടാകുന്നു, അവിടുത്തെ മനുഷ്യന്മാർക്ക് ആസ്വദിക്കാനായി നല്ല ചിത്രങ്ങൾ കൊടുക്കാനായി നിങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഐഡിയോളജിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും വലിയ മാനവവിരുദ്ധമായി മാറുന്നത്. ബാക്കി അടുത്ത സെഷനിൽ പറയാം. നന്ദി. അടുത്ത 15 മിനിറ്റ് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് TL സന്തോഷിനെ ക്ഷണിക്കുന്നു. മാർക്സിസം മാനവികമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വാസ്തവത്തിൽ ഞാൻ നേരത്തെ മോഡറേറ്റർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തിനാണ് എന്നെ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിലേക്ക്? പക്ഷെ പിന്നീട് ഈ എസൻഷ്യ ഇതിനുവേണ്ടി പുറത്തിറക്കിയിട്ടുള്ള പ്രമോ നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതൊരു സേഫ് സോണാണ്. ഈ പ്രൊമോയിൽ പറയുന്ന കാര്യങ്ങൾ അതാണല്ലോ ഒഫീഷ്യലായിട്ടുള്ള നിലപാട്. ഇപ്പോൾ അഭിലാഷ് കൃഷ്ണൻ പറഞ്ഞതിന് അപ്പുറത്തുള്ള തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കൊള്ളിടാത്തവരാണ് എന്ന് വിശദീകരിക്കുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടും പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാളെ വിളിച്ച് സംസാരിപ്പിക്കുന്നതായിരിക്കും കണ്ണൂരിൽ കൂടുതൽ സൗകര്യം, സേഫായിട്ടുള്ളത് എന്നുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. വാസ്തവത്തിൽ മാസത്തിനേക്കാളും ഞാൻ ആ വിഷയത്തിൽ കിടക്കുന്നില്ല. അപ്പോൾ ഒരു മാസത്തിനേക്കാളും മാനവികമായിട്ടുള്ള വേറെ ഏത് പ്രത്യയശാസ്ത്രമാണ് ഉള്ളത്? മാർക്സ് തൻ്റെ ചുറ്റുപാടുകളിലുള്ള കമ്മ്യൂണിസം മാനവികം എന്നുള്ള കാര്യത്തിൽ മാർക്സിസ്റ്റുകളാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രീയ ചിന്താ പദ്ധതിയായിട്ട് വികസിപ്പിച്ചതെന്നുകൊണ്ട് മാർക്സിസ്റ്റ് എന്നുള്ള നിലയിൽ സംസാരിക്കാം. വാസ്തവത്തിൽ നിലവിലുള്ള സാമൂഹ്യാവസ്ഥകളെ വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്സും ഏംഗൽസും ശ്രമിച്ചത്. അവർ പുറത്തുനിന്നൊരു കാര്യം എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു ഉട്ടോപ്പിയിൽ നിന്നും സംസാരിച്ചിട്ടില്ല. അതിന് പകരം ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇപ്പോഴടക്കം വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്ഫോടനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സാമൂഹ്യോൽപാദനമൊക്കെ തന്നെ ഈ ഒരു തോതിൽ വളർന്നതിന് ശേഷവും ഇപ്പോഴും പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്?
ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? മനുഷ്യന്റെ മസ്തിഷ്കത്തിന് പകരം വെക്കാനാവുന്ന മറ്റേ എന്താ പറയാ സാങ്കേതിക വികാസത്തിനെ കുറിച്ച്, എല്ലാ തരത്തിൽപ്പെട്ട സാമൂഹ്യോൽപാദനത്തെയും അതിൻ്റെ അത്യുന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ ശാസ്ത്ര സാങ്കേതിക വികാസം ഇത്രയും ഉന്നതി നേടി ഇത്രമാത്രം വികസനമായിരിക്കുമ്പോൾ, പക്ഷെ ലോകത്തിലെ മനുഷ്യന് പലവട്ടം ഉപയോഗിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികം ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഇപ്പോഴും മനുഷ്യൻ മരിച്ചു വീഴുന്നുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നൊടുക്കിയ കണക്കിനേക്കാൾ എത്രയോ കൂടുതൽ ഓരോ വർഷവും ലക്ഷക്കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന ഒരു ലോകത്ത് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലോകം നിലനിൽക്കുന്നു? കമ്മ്യൂണിസ്റ്റുകാർ മാനവികരാണോ? കമ്മ്യൂണിസ്റ്റുകാർ മറ്റേ ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനേക്കാളും മുമ്പേ എന്തുകൊണ്ട് മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു ലോകം ഈ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. ആ പട്ടിണി കൊണ്ട് മരിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് മരിച്ചു വീഴുന്നത് എന്നുള്ളതിന് സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള ഉള്ളടക്കം അതിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ പരിശോധിക്കാനാണ് മാർക്സിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഓരോ പേജിലും മറ്റേ വ്യത്യസ്ത മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഓരോ പേജിലും മറ്റേ യൂറോപ്യൻ അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലണ്ടനിലെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ കുറിപ്പുകളിൽ നിന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഓരോ മനുഷ്യരുടെയും വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ തൊഴിലാളികളുടെ ഒക്കെ തന്നെ ജീവിതത്തിൽ എങ്ങനെയാണ് ദുരിതം പെയ്തിറങ്ങുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഈ ദുരിതം അവസാനിപ്പിക്കുന്നതിന് എന്താണ് മാർഗം എന്ന് പരിശോധിക്കാൻ മാർക്സ് തയ്യാറാവുന്നത്. അപ്പൊ അതിൻ്റെ ആഴത്തിൽ അടിത്തട്ടിൽ ഇങ്ങനെ നിലനിർത്തുന്ന സാമൂഹ്യ ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യൻ അധ്വാനിച്ചാൽ അതിൻ്റെ പ്രതിഫലം പറ്റി ജീവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കേരളത്തെ പോലെ ഇപ്പോൾ എല്ലാം വലിയ കാര്യമാണ്. ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ പത്രത്തിൽ പരസ്യം ചെയ്ത് പണം പിരിക്കുന്ന സംവിധാനത്തിൽ നമ്മളിപ്പോഴും മാറിയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടും എല്ലാ ദിവസവും പത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ രോഗം വന്ന് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പണം പിരിക്കുന്നതിനെ കുറിച്ചാണ് ഉള്ള വാർത്തകളാണ്. സോഷ്യൽ മീഡിയ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ സംവിധാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന എന്താ? സാന്ത്വന പരിചരണം. ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി പണം പിരിക്കുക. എന്തുകൊണ്ട്? മനുഷ്യന് അന്തസ്സോടെ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടെന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മാർക്സിസ്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നു, ഇങ്ങനെ തുടരുന്നു. ഇപ്പൊ ഇന്ത്യ ലോകത്തിലെ മറ്റെന്താ പറയാ സാമൂഹ്യ അസമത്വങ്ങളുടെ ഇൻഡെക്സ് എടുക്കുമ്പോൾ 119, 123 അത്രയും സ്ഥാനത്താണ് നിൽക്കുന്നത് അല്ലേ? ഇന്ത്യ പോലൊരു രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് വളരാൻ വേണ്ടി നമ്മൾ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ രാജ്യത്ത് എന്താ പറയാ സാമൂഹ്യ അസമത്വങ്ങളുടെ ഇൻഡെക്സ് എടുക്കുമ്പോൾ നമ്മൾ 100ന്റെ താഴെ എന്ന് പറയുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം ഇങ്ങനെയായിരിക്കുന്നത്? ഇങ്ങനെയായിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിനെ മാറ്റി തീർക്കാൻ നമുക്ക് എന്തുപാധിയാണുള്ളത്? ആ ഉപാധിയെ സംബന്ധിച്ചാണ് മാർക്സ് അന്വേഷിച്ചത്. മാർക്സിനെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് മാർക്സ് ആ കാര്യം പരിശോധിച്ചതെന്നതിനെ കുറിച്ച് അന്വേഷിക്കാതെ അതിനെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. പിന്നെ ഒരു വർഗങ്ങളില്ലാത്ത ഭരണകൂടം കൊഴിഞ്ഞു പോകുന്ന ലോകത്തിനെ കുറിച്ച് മാർക്സ് സംസാരിക്കുന്നത്. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ ഈ ചൂഷണം അവസാനിപ്പിക്കാൻ, നിലവിലുള്ള ഭരണവ്യവസ്ഥയുടെ ചൂഷണങ്ങൾ അവസാനിപ്പിച്ച് കഴിയുന്നതോടെ വർഗങ്ങൾ തന്നെ ഇല്ലാതായിത്തീരും സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വർഗങ്ങൾ ഉണ്ടാക്കിയത് കാൾ മാർക്സ് അല്ല. മാർക്സ് നിലവിലുള്ള സമൂഹത്തിൽ വർഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള വസ്തുത കണ്ടെത്തുകയാണ് ചെയ്തത്. മനുഷ്യന്റെ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിന്റെ വൻതോതിലുള്ളൊരു ഭാഗം മുഴുവൻ ഏതാനും ചില ആളുകളുടെ, ഇന്ത്യയിലെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള മൊത്തം 1% കയ്യിൽ ഏകദേശം 50% സ്വത്തുക്കളും കൈയടക്കി വെക്കുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്വകാര്യ സ്വത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ മാർക്സിന്റെ കൺസെപ്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യം തിരിച്ചറിയാതെ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തി സ്വത്തിനെയും സ്വകാര്യ സ്വത്തിനെയും രണ്ടായി കണ്ടുകൊണ്ട് സമീപിക്കുകയാണ് മാർക്സ് ചെയ്തിട്ടുള്ളത്. ഒരാൾ അയാളുടെ അധ്വാനത്തിന്റെ ഫലമായി അയാൾ സ്വായത്തമാക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വ്യക്തി സ്വത്തുക്കളുടെ കാര്യത്തിൽ മാർക്സിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും പറഞ്ഞിട്ടില്ല.
മാർക്സ് പറയുന്നത് സാമൂഹ്യ ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദനോപകരണങ്ങളെ നിയന്ത്രിക്കുന്ന സ്വകാര്യത്വത്തിനെ കുറിച്ചാണ്, മൂലധനമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന. നമ്മുടെ പിന്നീടുള്ള മറ്റേ സാമൂഹ്യോൽപാദനം നടത്തുന്നതിന് വേണ്ടി മൂലധനമായി ഉപയോഗിക്കപ്പെടുന്ന സ്വകാര്യ സ്വത്ത് എങ്ങനെയാണ് സമാഹരിക്കപ്പെടുന്നത്? അങ്ങനെ സമാഹരിക്കപ്പെടുന്നത് ചൂഷണത്തിലൂടെയാണ് സമാഹരിക്കപ്പെടുന്നത്. ആ സമാഹരിക്കപ്പെടുന്ന സ്വത്താണ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുള്ള ഓരോ മനുഷ്യനും അധ്വാനിക്കുമ്പോൾ അത് ആ മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഈ സാമൂഹ്യ ചൂഷണത്തിന്റെ പുതിയ തലങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നില്ലേ? ആമസോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുണ്ട്. അത് ലോകത്തിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ. പക്ഷെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കമ്പനിയാണ് അത്. എവിടെ നിന്നാണ്? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം എങ്ങനെയാണ് ഈ പറയുന്ന വാങ്ങിക്കൊടുക്കുന്ന, അതിനിടയിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സഞ്ചരിക്കുന്ന, ഇപ്പം എല്ലാ മറ്റേ തെരുവിലും എല്ലാ ഇടവഴികളിലും എന്താ പറയുക, യൂണിഫോം ഇട്ട് പുറകിൽ ഒരു ബാഗും തൂക്കി നടക്കുന്ന മറ്റേ ബൈക്കിൽ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരുടെ നിരനിരയുണ്ട് അല്ലേ? നിസ്സാര പൈസയ്ക്ക് ജോലി ചെയ്യുന്നവർ. അവരുടെ അധ്വാനം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് മുഴുവൻ ഈ പറയുന്ന വാങ്ങി വിൽക്കുന്നതിനിടയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സംവിധാനമായിട്ട് എങ്ങനെ ഒരു എന്താ പറയുക ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം മാറിത്തീരുന്നു? എങ്ങനെയാണ് മാറിത്തീരുന്നത്? ഇത് മനുഷ്യനെ തൊഴിലാളി മുതലാളി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലെ മനുഷ്യർ ഒന്നടങ്കം നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അധ്വാനിക്കത്തിന്റെ പങ്ക് മുഴുവൻ എങ്ങനെയാണ് ഈ പറയുന്ന വൻകിടക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്? ഇപ്പം ഞാനിപ്പോൾ വഴി നടക്കുമ്പോൾ എൻ്റെ നാട്ടിലൊക്കെ തന്നെ ആസ്റ്റർ മെഡിസിറ്റിയുടെ അല്ലെങ്കിൽ എന്താ പറയുക മണപ്പുറം ഗ്രൂപ്പിൻ്റെ ഒക്കെ തന്നെ ലാബുകൾ, എന്താ പറയുക ഫാർമസികൾ, ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലേ? വൻകിട ആശുപത്രികൾ. എന്തെങ്കിലും ഒന്ന് നമ്മൾ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് നീക്കിയിരിപ്പ് നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു രോഗം വരുന്നതോടെ അത് അവസാനിച്ചു. പിന്നെ നമുക്ക് ഒരു ജീവിതമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന കുറിച്ച് ആലോചിക്കാൻ വയ്യ. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമൃതയിൽ ചികിത്സിച്ച് അവസാനം ഏകദേശം 75 ലക്ഷം രൂപ ചികിത്സിക്കുകയും മരണപ്പെടുകയും ചെയ്തു. ക്യാൻസർ വന്നിട്ട് 75 ലക്ഷം രൂപയുടെ ചികിത്സ കഴിഞ്ഞ ആൾ മരണപ്പെട്ടു. അപ്പൊ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ, ഈ പറയുന്ന ആരോഗ്യരക്ഷാ സംവിധാനങ്ങളുടെ, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നൂറ്റിയെടുക്കപ്പെടുന്നത്? അത്തരം വിഷയങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വികാസ പ്രക്രിയ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നിർവഹിക്കുന്നതിന് മാർക്സിസം അല്ലാതെ അതിനേക്കാളും ക്രിയാത്മകമായി ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന വേറെ ഏത് പ്രത്യയശാസ്ത്രമുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിഷയം. എന്താണ് മാനവികം? ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ശരി, അത് ഞാനോ നീയോ? ഞാനാണ് ഇമ്പോർട്ടൻസ്, അതോ നീയോ? ഒരു സമൂഹത്തില് ഞാനും നീയും അടങ്ങുന്ന ഒരു സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും മെച്ചപ്പെട്ട ജീവിതം വേണം എന്ന് പറയുന്നത് മാനവികമല്ല എന്ന് കണ്ടെത്തുന്ന ഒരു നിരീക്ഷണം എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? ഇത് മാർക്സ് ഈ സമ്പദ്ശാസ്ത്ര പദ്ധതിയെ മാത്രമല്ല സമീപിച്ചിട്ടുള്ളത്, സാമൂഹ്യ വികാസ പ്രക്രിയയിലുടനീളം ഇടപെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ മാർക്സിന്റെ മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെടുന്ന, സമീപകാലത്തടക്കം പ്രസിദ്ധീകരിക്കപ്പെടുന്ന മാർക്സിന്റെ മാനുസ്ക്രിപ്റ്റുകൾ, അതിനേക്കാൾ ഉപരി പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് മാർക്സ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം കൂടി വിശദീകരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റി കഴിയും. ഇത് ഇതിനപ്പുറത്ത് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒക്കെ തന്നെ അതിൻ്റെ സാമൂഹ്യമായുള്ളൊരു ഉള്ളടക്കത്തിൽ വരുംകാലത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഏംഗൽസ് പറയുന്ന മറുപടി അത് അന്നത്തെ തലമുറ തീരുമാനിക്കുമെന്നാണ്. കാരണം ഞങ്ങളൊരു നിയതമായിട്ടുള്ള രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ല, അത് അന്നത്തെ തലമുറ തീരുമാനിക്കും. അന്നത്തെ സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും, അന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും, അന്നത്തെ ലൈംഗികത എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അന്നത്തെ തലമുറ തീരുമാനിക്കും എന്ന് പറയുന്ന വ്യക്തിഗതമായിട്ടുള്ള ഘടനയുടെ ആ സാമൂഹ്യ വികാസ പ്രക്രിയയിൽ ഓരോ മനുഷ്യനും, സ്വതന്ത്ര മനുഷ്യൻ, വിജയമാഷ് വളരെ കാവ്യാത്മകമായി പറഞ്ഞിട്ടുണ്ട്, നാം അറിഞ്ഞിടത്തോളം ഏറ്റവും വലിയ സ്വപ്നം മാർക്സിൻ്റെതാണ്. ആരെയും ഭരിക്കാനില്ലാത്ത ലോകമാണത്. ഇവിടെ ഭരണത്തിനെ കുറിച്ച്, അതിൻ്റെ സംഗതികളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആരെയും ഭരിക്കാനില്ലാത്ത, ഇപ്പൊ നമ്മൾ ഭരിക്കപ്പെടുന്നില്ലേ? നമ്മുടെ മേൽ ബലപ്രയോഗമില്ലേ? നമ്മുടെ മേൽ അധികാര ഘടന പ്രയോഗിക്കപ്പെടുന്നില്ലേ? ഞാൻ നേരത്തെ അഭിലാഷ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിട്ട് സംസാരിക്കാൻ എനിക്ക് വേറെ 10 മിനിറ്റ് കൂടി ഉണ്ട് അല്ലേ? ആ സമയത്ത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും മാനവികമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ, സാമൂഹ്യ വികാസ പ്രക്രിയയെ
അതിൻ്റെ ശാസ്ത്രീയമായ ഉള്ളടക്കത്തിൽ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വികാസ പ്രക്രിയ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള വസ്തുനിഷ്ഠമായിട്ട് ഏതെങ്കിലും തരത്തിൽപ്പെട്ടൊരു കാര്യം എടുത്ത് വെക്കല്ലേ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നു. ആ വസ്തുനിഷ്ഠത മാർക്സിന്റെ സങ്കല്പനങ്ങളല്ല, ചുറ്റുപാടുകളിൽ നിന്നായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അത് മറ്റേ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുള്ളവരുടെ പഠനങ്ങളാണ്. മറ്റേ സാമൂഹ്യശാസ്ത്രത്തിലാണെങ്കിലും മോർഗന്റെ ആണെങ്കിലും ഡാർവിന്റെ ആണെങ്കിലും പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളായിരിക്കാം. സമ്പദ് ശാസ്ത്ര പദ്ധതിയിൽ മാർക്സ് നടത്തിയിട്ടുള്ളതും അതിന് മുമ്പുണ്ടായിട്ടുള്ളതുമായിട്ടുള്ള പഠനങ്ങളായിരിക്കാം. ആ കാലഘട്ടത്തിലെ സമൂഹത്തിലെ ബ്രിട്ടനിലെയും അമേരിക്കയിലും ഒക്കെ തന്നെ സമ്പദ് ശാസ്ത്ര വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളും പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് ഇന്ന കാര്യമാണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്സ് എവിടെ നിന്നെങ്കിലും സങ്കല്പം ഉണ്ടാക്കി കൊണ്ടുവരല്ലേ ചെയ്ത്. മാർക്സ് തന്റെ ചുറ്റുപാടുകൾ അപഗ്രഥിക്കുക ചെയ്ത്, ചുറ്റുപാടിലെ സാമൂഹ്യ ബന്ധങ്ങളെ, സാമ്പത്തിക ബന്ധങ്ങളെ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അപഗ്രഥിക്കുകയും ആ അപഗ്രഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ മാറ്റി തീർക്കേണ്ടതുണ്ട്. വെറുതെ അതിന് വ്യാഖ്യാനിക്കുക മാത്രമല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ എസൻഷ്യൽ സംവിധാനം നിരവധി സെമിനാറുകളും ചർച്ചകളൊക്കെ നടത്തി തീർക്കുന്നുണ്ട്. ആ സെമിനാറുകളും ചർച്ചകളുമായിട്ട് അവസാനിക്കുകയല്ല, അതിനപ്പുറത്ത് ആ നിലവിലുള്ള സാമൂഹ്യ ബന്ധങ്ങളിൽ ഉള്ള അസമത്വത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും കൂടി മാർക്സ് തയ്യാറായി. അത് വളരെയേറെ ആൾക്ക് ശത്രുതയുണ്ടാക്കുന്നതാണ്. ആരെയും വേദനിപ്പിക്കാതെ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അടക്കി ഭരിച്ചിട്ടുള്ള ആളുകൾ അത് വെറുതെ കൈയൊഴിയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്റെ കയ്യിലുള്ളൊന്നും വെറുതെ വിട്ടുകൊടുക്കാൻ ഇത് കൈയടക്കി വെച്ചിട്ടുള്ള ആരും തയ്യാറല്ല. അത് ഭൂരിപക്ഷത്തിന്റെ അനുകൂലമായി അവർക്ക് വേണ്ടി വിട്ടു നൽകാൻ തയ്യാറാവുന്ന നിമിഷം അക്രമവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഭൂരിപക്ഷത്തിന്റെ ആവശ്യത്തിന് അനുസൃതമായി സാമൂഹ്യ ഘടനയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ, അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ ഈ പറയുന്ന ഭരണ സംവിധാനങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ബലപ്രയോഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം തന്നെയില്ല. ബലപ്രയോഗം കമ്മ്യൂണിസ്റ്റുകളുടെ ആവശ്യമല്ല. തൊഴിലാളി വർഗ സർവാധിപത്യത്തെ കുറിച്ച് പറഞ്ഞത് നിലവിലെ പാരീസ് കമ്മ്യൂണിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ പടയാളികളുടെ കമ്മ്യൂണാടുകളുടെ ഭിത്തിയിൽ വെടിവെച്ച് കൊന്നതിന്റെ അനുഭവത്തിൽ നിന്നാണ് മാർക്സ് പറഞ്ഞത് കൈയടക്കിയാൽ മാത്രം പോരാ, അതിനെ മാറ്റി തീർക്കുകയും കൂടി ബലം പ്രയോഗിച്ച് മാറ്റുകയും വേണം എന്നുള്ള അഭിപ്രായം പറയാനിടയായത് അങ്ങനെയാണ്. എന്നല്ലാതെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് മാർക്സിസത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതല്ല. നിലവിലുള്ള സാമൂഹ്യ ഘടനയിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി, മാനവികമായ മാറ്റം വരുന്നതിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒന്നാണ് മാർക്സിൽ ലെനിനിസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു സർ. അടുത്തതായിട്ട് 10 മിനിറ്റ് വീതമുള്ള 2 ഖണ്ഡങ്ങളാണ്. അതിൽ വിഷയാവതരണമോ തുടരുന്നതിനോ അല്ലെങ്കിൽ തന്നെ സഹസംവാദകന്റെ വാദഗതികളെ ഖണ്ഡിക്കുന്നതിനുള്ള അവസരമാണ്. അതിനു വേണ്ടിയിട്ട് അഭിലാഷിനെ ക്ഷണിക്കുന്നു. സന്തോഷ് ചോദിച്ച ചില ചോദ്യങ്ങൾ, മാർക്സിസത്തിന് റീപ്ലേസ്മെന്റ് എന്താണ്, അതുപോലെ മാർക്സ് മനുഷ്യന്റെ പട്ടിണി കണ്ട് അല്ലെങ്കിൽ അവരുടെ സങ്കടം കണ്ടിട്ട് ചുറ്റുപാടുകളെ നിരീക്ഷിച്ചിട്ടാണ് അതിനുശേഷം മാർക്സ് ചില തീരുമാനങ്ങൾ മനുഷ്യന് മുന്നിൽ അവതരിപ്പിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം മാർക്സിസം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. കാരണം മനുഷ്യന്റെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ സമൂഹം ഇങ്ങനെ ക്രമീകരിക്കണമോ എന്ന് പറഞ്ഞ ആളല്ല മാർക്സ്. അങ്ങനെ പറഞ്ഞ ആൾക്കാരെ മാർക്സ് വിളിക്കുന്നത് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്നാണ്. അതായത് എനിക്ക് പകരം ഇപ്പം മാർക്സാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നതെങ്കിൽ സന്തോഷ് പറഞ്ഞ എല്ലാ വാദങ്ങളെയും ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളയും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തുടക്കത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള വാദങ്ങളെ ധാർമ്മികതയുടെ പേരിൽ മനുഷ്യൻ പട്ടിണി കിടക്കാൻ പാടില്ല, മനുഷ്യന് ജീവിക്കാൻ ഒരു മിനിമം സബ്സ്റ്റൻസ് കൊടുക്കണം എന്നൊക്കെയുള്ള നിലപാടുകളെ, അത് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടുള്ള നിലപാടുകളെ അങ്ങനെയല്ല സമൂഹത്തിനെ മാറ്റി തീർക്കേണ്ടത് എന്ന് വിചാരിച്ചിരുന്ന ആളാണ് മാർക്സ്. മാർക്സ് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ ക്യാപിറ്റലിസം തകരുമെന്നും അതിനുശേഷം സോഷ്യലിസം വരുമെന്നാണ്. അല്ലാതെ മനുഷ്യന്റെ സങ്കടങ്ങൾ കണ്ടിട്ട് മാർക്സ് പറഞ്ഞ സാധനമല്ല സോഷ്യലിസം. അത് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. പിന്നെ പട്ടിണിയുടെ കാര്യം അദ്ദേഹം ചോദിച്ചു. മാർക്സ് ഈ പറയുന്ന സമയത്തൊക്കെ ഈ മനുഷ്യന്റെ പട്ടിണിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് ക്യാപിറ്റലിസത്തിന്റെ തുടക്കത്തെ കാലത്തൊക്കെ അന്ന് 99% ആൾക്കാരും പട്ടിണിയിലായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് 800 കോടി ജനങ്ങളുണ്ട്. അന്നത്തെ ജനസംഖ്യയേക്കാൾ എത്രയോ ഇരട്ടി ജനസംഖ്യ ഇന്ന് ലോകത്തുണ്ട്. ഇന്നത്തെ പട്ടിണി എന്ന് പറയുന്നത് 10% താഴത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് നേരത്തെ അദ്ദേഹം ചോദിച്ച മാനവികമായ മാർക്സിസത്തിന് റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ച ക്യാപിറ്റലിസത്തിലൂടെയാണ്. ഇപ്പോൾ മാർക്സിസത്തിന് റീപ്ലേസ്മെന്റ് ഉണ്ട്. മാർക്സിസം മൊറാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുകളുള്ള മനുഷ്യരുടെ ജീവിതത്തിന് നല്ലത് വരുത്തണം എന്ന് കരുതിയിട്ടുള്ള ഒരു നിലപാടല്ല. നിങ്ങൾ ആരെങ്കിലും സെയിൻ സൈമണിസം അല്ലെങ്കിൽ ഫൊറിയറിസം, ഓവനിസം എന്നെങ്ങാനും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കില്ല. കാരണം നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് നമ്മളിലേക്ക് എത്തുന്നത് മാർക്സിസത്തിലൂടെയാണ്.
മാർസിന് മുമ്പ് സമൂഹത്തിൽ സോഷ്യലിസ്റ്റ് എക്സ്പീരിമെന്റുകൾ നടത്തിയ മനുഷ്യന്മാരായിരുന്നു ഓവനിസം. അമേരിക്കയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ പേരിലുള്ള സോഷ്യലിസ്റ്റ് സൊസൈറ്റികളുണ്ട്. ഞാൻ സോഷ്യലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, സോഷ്യലിസത്തിനെതിരെ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ സോഷ്യലിസത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിക്കരുത്. പക്ഷേ മാർസിന് മുമ്പ് സമൂഹത്തിന് നല്ലത് വരുത്തണം, അല്ലെങ്കിൽ ഞങ്ങളുടെ രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റണം, മുതലാളിമാരുടെ ചൂഷണത്തിൽ നിന്ന് അവസാനിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് തയ്യാറാക്കി ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. മാർസ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ പറയുന്ന രീതിയിലായതുകൊണ്ടല്ല സോഷ്യലിസം വരേണ്ടത്, പകരം സോഷ്യലിസം ശാസ്ത്രത്തിൻ്റെ, ഞാൻ കണ്ടെത്തിയ ലോസിൻ്റെ ഈ ഒരു ലോസ് വെച്ചിട്ട് സോഷ്യലിസം വരികയാണെന്നാണ് മാർസ് പറഞ്ഞത്. ഇനി മനുഷ്യനെ നല്ല രീതിയിലേക്ക് നയിക്കണമെന്ന് വിചാരിച്ചത് മാർസിന് ശേഷം ഒരുപാട് ആൾക്കാരുണ്ട്. ഗാന്ധി ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഗാന്ധിയുടെ പേരിൽ ഒരു സമൂഹത്തിലും ഒരു സ്ഥലത്തും 10 കോടി ആൾക്കാരെ ഒന്നും ആരും കൊല്ലില്ല. കാരണം ഗാന്ധി ഈ പറഞ്ഞ പോലെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു. സമൂഹത്തിനെ ധാർമ്മികമായ രീതിയിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ചെയ്തു കഴിഞ്ഞാലാണ് നല്ലതെന്ന് കരുതുന്ന ആളായിരുന്നു ഗാന്ധി. അപ്പം അതുകൊണ്ട് മാർക്സിസത്തെ അനലൈസ് ചെയ്യുമ്പോൾ മാർസ് എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മാർസ് പറഞ്ഞത് ഇത് ഇങ്ങനെയേ സംഭവിക്കൂ എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ക്ലോസോടെ വെച്ചു, ക്ലാസ് കോൺഷ്യസ്നെസ് ഉയർന്നു വന്ന് വിപ്ലവം നടക്കുമെന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ക്യാപിറ്റലിസം പരാജയപ്പെട്ടില്ല. ക്യാപിറ്റലിസം പരാജയപ്പെടാത്തത് കൊണ്ട് തന്നെ തൊഴിലാളികൾ ഒരുപാട് ദുരിതത്തിലേക്ക് പോയില്ല, ക്ലാസ് കോൺഷ്യസ്നസ് ഉണ്ടായില്ല. പക്ഷെ അധികാര കൊതിയുള്ള പിന്നീട് വന്ന മാർക്സിസ്റ്റുകൾ അതിലെ വിപ്ലവം മാത്രം എടുത്തു. മാർക്സ് പറഞ്ഞ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ, അതായത് ഇൻഡസ്ട്രി വളരെ പുരോഗമിച്ച് നിൽക്കുന്ന സൊസൈറ്റിയിൽ തൊഴിലാളി കഷ്ടപ്പെടുകയും അവിടുത്തെ തൊഴിലാളികളാണ് വിപ്ലവം നടത്തുന്നതെന്നാണ്. പക്ഷേ ബ്രിട്ടനിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ ഒന്നും വിപ്ലവം ഉണ്ടായില്ല. അപ്പോൾ വിപ്ലവം അങ്ങനെ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ ലെനിൻ ആദ്യം തന്നെ ആ സിദ്ധാന്തം തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ക്യാപിറ്റലിസം പരാജയപ്പെടില്ല, ക്യാപിറ്റലിസം ഇമ്പീരിയലിസത്തിലൂടെ ഫിനാൻസ് ക്യാപിറ്റൽ ഉണ്ടാക്കി 3-ാം ലോക മഹാരാജ്യങ്ങളിലേക്ക് കടക്കുമെന്നും അതുകൊണ്ട് ക്യാപിറ്റലിസം പരാജയപ്പെടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്, അതുകൊണ്ട് തന്നെ റഷ്യയിൽ വിപ്ലവം നടത്താമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതായത് ഇവർ മാർക്സ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തെറ്റിയെങ്കിലും വിപ്ലവത്തിലൂടെ അവർക്ക് ഗുണമുള്ളൂ, അധികാര കൊതിയുള്ളത് കൊണ്ട് അവരത് എടുക്കുന്നു. അതുപോലെ തന്നെ ലെനിന്റെ സമയത്ത് തന്നെ ജനാധിപത്യത്തിലൂടെ സോഷ്യൽ ഡെമോക്രസിയിലൂടെ സമൂഹത്തെ രക്ഷിക്കാമെന്ന് കരുതുന്ന മാർക്സിസ്റ്റുകൾ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീസൺ വേഴ്സസ് ഫോഴ്സ് എന്ന് വരുമ്പോൾ ഫോഴ്സ് ഉപയോഗിക്കാൻ കഴിയുന്നവൻ, ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ടുള്ളവൻ, അവൻ മാത്രമേ സമൂഹത്തിൽ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലെനിന്റെ ബോൾഷെവിക് പാർട്ടിയാണ് വിജയിച്ചത്. വിജയിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? അവർ ബൂർഷകളെ മാത്രമാണോ കൊന്നത്? അല്ല. അല്ലെങ്കിൽ കർഷകരെ മാത്രമാണോ കൊന്നത്? അല്ല. അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരെ വരെ അവർ കൊന്നു. ലെനിനേക്കാൾ ഭീകരനായിരുന്നു സ്റ്റാലിൻ. ലെനിന് ശേഷം ആ കൂടെ നിന്ന പല മാർക്സിസ്റ്റുകളെയും അധികാരം കിട്ടിയപ്പോൾ സ്റ്റാലിൻ തന്നെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ഇവർ പറയുന്നു ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിൽ അധികാരം പറ്റുള്ളൂ, കാരണം അവർ എതിർക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സ്വന്തം കൂട്ടത്തിലുള്ളവരെ കൊല്ലുന്നത്? അപ്പൊ ഈ അധികാര കൊതിയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശയം ഉണ്ടാക്കി കൊടുത്ത മാർക്സിസം എന്ന് പറയുന്നത് മാനവിക വിരുദ്ധം തന്നെയാണ്. ഇനി വർഗവിഭജനം വർഗവിഭജനത്തെ പറ്റി ഇദ്ദേഹം പറഞ്ഞു. മാർക്സ് പറഞ്ഞ എന്താണ്? സമൂഹത്തിലെ 2 തരം വർഗ്ഗങ്ങൾ ഉണ്ടാവും, ആ വർഗ്ഗങ്ങളുടെ സംഘടനകൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്ന്. പക്ഷെ ചരിത്രത്തിൽ അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത്. ചരിത്രത്തിൽ പലതരത്തിലുള്ള വർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ 2 വർഗ്ഗങ്ങളുടെ സംഘടനത്തിലൂടെ മാത്രമല്ല ചരിത്രം മുന്നോട്ട് പോകുന്നത്. മനുഷ്യന്റെ ആശയങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ആശയങ്ങൾ കാരണം സമൂഹം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ മധ്യവർഗം എന്ന് പറഞ്ഞ വർഗത്തെ മാർക്സ് പരിഗണിക്കുന്നേയില്ല. മാർക്സ് പറഞ്ഞത് തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം വരുമ്പോൾ ഈ മധ്യവർഗം അല്ലെങ്കിൽ പെറ്റി ബൂർഷ എന്ന് പറഞ്ഞ വർഗ്ഗമൊക്കെ സ്വാഭാവികമായും തൊഴിലാളി വർഗ്ഗത്തിൻ്റെ കൂടെ ചേരണമെന്നാണ്. പക്ഷേ സമൂഹത്തിൽ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഉപരിവർഗത്തിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ തൊഴിലാളി വർഗ്ഗങ്ങളോ ഒന്നുമല്ല, മധ്യവർഗത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് പലതരം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു ചൂഷണം ചെയ്തിട്ടാണ് ആളുകൾ പണം ഉണ്ടാക്കുന്നതെന്ന്. അദ്ദേഹം അതിന് ആമസോണിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും ആ പേര് കേട്ടില്ല, പക്ഷേ കേട്ട വെച്ചിട്ട് എനിക്ക് ആമസോൺ ആണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല ആമസോണിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ. പക്ഷേ ചൂഷണത്തിലൂടെയാണ് ആളുകൾ പൈസ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് മാർക്സ് തൻ്റെ ഐഡിയോളജി, അതായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു റാഷണലൈസേഷനായിട്ട് അദ്ദേഹം ദാസ് ക്യാപിറ്റലിൽ മുന്നോട്ട് വെച്ച തിയറിയാണ് ലേബർ വാല്യൂ ഓഫ് തിയറി എന്ന് പറയുന്നത്. ഒരാളുടെ അധ്വാനം ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമേ മറ്റൊരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത്. ആ തിയറി തന്നെ തെറ്റാണ്. ഒരാളുടെ അധ്വാനം ചൂഷണം ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു വ്യവസ്ഥയായിരുന്നു ക്യാപിറ്റലിസം. ആ ക്യാപിറ്റലിസത്തിന്റെ തുടക്കകാലത്തെ എടുത്തു വെച്ചുകൊണ്ട് ഏറ്റവും വൾഗർ റെപ്രസെന്റേഷനാണ് മാർക്സ് നടത്തിയത്. ആ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത എന്താണ്? ഓരോ മനുഷ്യനും അവന് ജോലി ചെയ്യാനും ക്യാപിറ്റൽ ഉപയോഗിക്കാനും മത്സരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. അത് അതിന് മുമ്പുള്ള വ്യവസ്ഥകൾ പോലെയല്ല. ക്യാപിറ്റലിസത്തിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്.
അപ്പോൾ ഒരാൾക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യണോ ജോലി ചെയ്യണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഒരു വസ്തു വിൽക്കുക കസ്റ്റമർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കസ്റ്റമറിന് തൻ്റെ ആശയം ഉപയോഗിച്ച് ക്യാപിറ്റൽ ഉപയോഗിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അത് ഒരു റിസ്ക്, തൻ്റെ ക്യാപിറ്റലിന് മേൽ റിസ്ക്, താൻ ചെയ്യുന്ന പരിപാടി ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം. ഈ റിസ്ക് എടുത്ത് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മത്സരിച്ച് ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോയി ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ വിൽക്കുന്ന മുതലാളി എന്ന് പറയുന്ന ആളും അവിടെ ഒരു അധ്വാനം നടത്തുന്നുണ്ട്. അയാൾ കൂടുതൽ നടത്തുന്നത് ബൗദ്ധിക അധ്വാനമാണ്. ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ പ്രശ്നങ്ങളില്ലേ, മറ്റുള്ളവരോട് മത്സരിക്കുന്നതിൽ പ്രശ്നമില്ലേ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനം ചിലപ്പോൾ ഒരാൾ വാങ്ങിക്കണമെന്നില്ല, അയാളുടെ ബിസിനസ് അവിടെ തകരാം. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പങ്കെടുക്കുന്നത്. അതിനുശേഷം ഈ പങ്ക് അദ്ദേഹത്തിന്റെ മെഷീനറീസിൽ ഉപയോഗിക്കണ്ടേ? മെഷീനറീസ് കുറച്ച് കഴിയുമ്പോൾ കേടാവില്ലേ? ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഒരു തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ മാർക്സ് പറഞ്ഞ എന്താണ്, ഒരു വസ്തുവിന്റെ മൂല്യം എന്ന് പറയുന്നത് അത് അധ്വാനമാണ്. അപ്പോൾ ഒരാൾക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കണമെങ്കിൽ ആ അധ്വാനം ചൂഷണം ചെയ്തേ പറ്റുള്ളൂ. ഇതിന്റെ പ്രശ്നം മാർക്സിസം മാനവിക വിരുദ്ധമാകുന്നതിന്റെ ഒരു പ്രശ്നം തന്നെ അദ്ദേഹം ഈ പറഞ്ഞ ആമസോണിന്റെ എക്സാമ്പിളാണ്. ഈ ആമസോൺ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ നാട്ടിൽ നമ്മളിപ്പോൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, എനിക്കത് വേണമെങ്കിൽ ആഫ്രിക്കയിലുള്ള ഒരാൾക്ക് വിൽക്കാം. ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു ഉൽപ്പാദകൻ ഒരു തൊഴിലാളിക്ക്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ആഫ്രിക്കയിലുള്ള ഒരു തൊഴിലാളി ഉണ്ടാക്കിയ ഒരു സാധനം വാങ്ങിക്കാം. ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ് ആമസോൺ. അതിനുള്ള എത്രയോ ചുരുങ്ങിയ പൈസയാണ് നമ്മൾ അതിന് ആമസോണിന് കൊടുക്കുന്നത്. അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഈ കണക്ഷൻസ് ഉണ്ടാക്കി പരസ്പരം ഇങ്ങനെയുള്ള ഉൽപ്പാദകരെയും കൺസ്യൂമേഴ്സിനെയും തമ്മിൽ ബന്ധപ്പെടുത്തി അതിൽ നിന്നൊരു നിശ്ചിത കമ്മീഷൻ മേടിച്ചെടുത്ത് അവർ ആ സ്കെയിൽ വെച്ചിട്ടാണ് അവർ സമ്പന്നരാകുന്നത്, അല്ലാതെ ചൂഷണം ചെയ്തിട്ടല്ല. എങ്ങനെയാണ് ഞാൻ വീട്ടിലിരുന്നിട്ട് ഐഫോൺ ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിൽ ഐഫോൺ വരുമ്പോൾ എന്നെ ചൂഷണം ചെയ്തിട്ടാണ് ആമസോൺ പൈസ വാങ്ങിക്കുന്നതെന്ന് പറയുന്നത്? അങ്ങനെയാണ് ഞാൻ പോയി വാങ്ങിക്കായിരുന്ന പോലെ. എനിക്ക് വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നാട്ടിൽ, ആമസോണിന് പൈസ കൊടുക്കണ്ടാന്നേ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഇന്നത്തെ ബലപ്രയോഗത്തെ പറ്റി പറഞ്ഞു. ഇന്ന് ബലപ്രയോഗം ഉണ്ടെങ്കിൽ സന്തോഷ് ഇവിടെ വന്ന് സംസാരിക്കുമോ? ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുമോ? മാർക്സിസത്തെ പറ്റിയും സംസാരിക്കുമോ? ഇന്നത്തെ ബലപ്രയോഗത്തെ പറ്റിയും ലെനിൻ്റെയോ മാവോയുടെയോ ഒന്നും ബലപ്രയോഗത്തെ പറ്റിയിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. താങ്കൾ മാവോയുടെ ഭരണകാലത്താണ് സംസാരിക്കുന്നതെങ്കിൽ കൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു കലാപരിപാടി നടത്തി മാവോ നിങ്ങളെ ആദ്യം കൊല്ലും, എന്നെയും കൊല്ലും. അപ്പൊ ഈ അന്നത്തെ ബലപ്രയോഗം ഇന്നത്തെ ബലപ്രയോഗത്തെ പറ്റി തങ്ങൾ താരതമ്യം ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അത് ആനയും ആടും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പോലെയാണ്. പിന്നെ വേദനിപ്പിക്കാതെ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് അത് ഞാൻ ആദ്യമേ പറഞ്ഞു. നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് വിജയം ഒരു മനുഷ്യനെ നേടിക്കൊടുത്താലും അത് വിജയമാകില്ല. അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾ കണ്ണ് ചൂഴ്ന്നെടുത്തതിന് ശേഷം ഒരു ചിത്രം കൊടുത്തിട്ട് ആസ്വദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ആസ്വാദനമാകില്ല. അത് നിങ്ങളുടെ ഇഷ്ടം മറ്റൊരാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതേ കാര്യം പറഞ്ഞ് ഈ വേദനിപ്പിക്കാതെ വിജയം പറ്റില്ല എന്നുള്ള ന്യായം പറഞ്ഞിട്ടാണ് ലെനിൻ വിപ്ലവം നടത്തിയെടുക്കുന്നത്. കാൾ കൗട്സ്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്സിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ലെനിന്റെ പുറകെ നടന്നു. ലെനിനെതിരെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റ് ആയിരുന്നു. അദ്ദേഹം പുസ്തകം എഴുതി, നിങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കരുത്, നിങ്ങൾ വിപ്ലവം നടത്തരുത്, നമുക്ക് ജനാധിപത്യത്തിലൂടെ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ലെനിൻ പറഞ്ഞു കാൾ കൗട്സ്കി ഒരു പെറ്റി ബൂർഷയാണ്, ഒരു വർഗവഞ്ചകനാണ്. എന്നിട്ട് അദ്ദേഹം മാർക്സിന്റെയും ഏംഗൽസിന്റെയും ചില വാചകങ്ങൾ എടുത്തുകൊണ്ട് തന്നെ കാൾ കൗട്സ്കി അദ്ദേഹം തോൽപ്പിച്ചു. കണ്ടില്ലേ, വിപ്ലവം നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള വാശിയിൽ അദ്ദേഹം വിപ്ലവം നടത്തി. അതിനുശേഷം മെൻഷെവിക്കുകളെയും സോഷ്യൽ ഡെമോക്രാറ്റുകളെയൊക്കെ അവർ പതുക്കെ ഒഴിവാക്കാനും തുടങ്ങി. ബാക്കി അടുത്ത സെഷൻ സംസാരിക്കാം. നന്ദി. ഓക്കെ, ഈ സെഷനിൽ സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു. എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയത് മാർക്സിൻ്റേതാണെന്നുള്ള നിലയ്ക്ക് എന്ത് അസംബന്ധം പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് വിചാരിക്കാനാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്സ് നിലവിലുള്ള സാമൂഹ്യാവസ്ഥയെ പരിശോധിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുക ചെയ്തത്. ആ മാറ്റം സമാധാനപരമായിരിക്കുന്നതിൽ മാർക്സിന് യാതൊരു വിരോധവുമില്ല. അങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. പിന്നെ മുതലാളിത്തം വളരെ മാനവികമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ്, അതാണ് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുന്നത് എന്ന് പറയുന്നത് ആധിപത്യം ചെലുത്തുന്ന വ്യവസ്ഥയിൽ അതിൻ്റെ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശരിയാണ്. അപ്പോൾ വ്യത്യസ്തമായൊരു നിലപാട് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ബുദ്ധിജീവികൾ മുഴുവൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ജയിലിൽ കിടക്കുക. ഭീമക്കൊറവ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഗൂഢാലോചന കേസിന് ശേഷം ഈ തരത്തിൽപ്പെട്ട ഗൂഢാലോചന കേസുണ്ടായിട്ടാണ് ഉള്ളിൽ കിടക്കുന്നത്. അവർക്കും ഈ പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള നിലപാട് പറഞ്ഞാൽ ജയിലിൽ കിടക്കാവുന്ന. സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞത് റോണ വിൽസൺ എന്ന് പറയുന്ന 90% മറ്റെന്താ പറയുക ശാരീരിക ശേഷിയില്ലാത്തൊരു മനുഷ്യൻ്റെ
മറ്റേ അയാൾ ഭീകരവാദിയാണെന്നുള്ള വാദത്തിന് സുപ്രീം കോടതി പറഞ്ഞത് അത് ഭൗതികമായിട്ടുള്ള എന്താ പറയുക ഭീകരപ്രവർത്തനവും ഉണ്ട് എന്നാണ്. നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് മറ്റേ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ എവിടം വരെ അനുവദിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നിൽക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് എങ്ങനെയൊക്കെ നിലവിലുള്ള ഭരണ സംവിധാനത്തിന് മറ്റേ പ്രയാസമുണ്ടാക്കാവുന്ന തലത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് വരെ എൻ്റെ സംസാരത്തിന് ഈ പറയുന്ന സാങ്കത്യമുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റേ സ്റ്റാൻസ്വാമിയും റോണാബിൽസനും മറ്റേ അതുപോലെ ആ ഒരു നിര മുഴുവൻ മറ്റേ ആനന്ദ് തെൽതുബ്ദെ വരെയുള്ള ആളുകൾ മുഴുവൻ മറ്റേ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. പിന്നെ മുതലാളിത്തം എന്ന് പറയുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയാണ്, ഒരു അക്രമവും ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യവസ്ഥയുടെ സംവിധാനത്തിന് കീഴിലാണ് കൊളോണിയലിസം വളർന്ന് വികസിച്ചത്. ഈ രാജ്യത്തെ കൊളോണിയൽ ലോകം മുഴുവൻ മറ്റേ കീഴ്പ്പെടുത്തുന്ന യുദ്ധങ്ങൾ മുഴുവൻ നടന്നത്. അതിലൊന്നും യാതൊരു അക്രമവും കണ്ടാതെ അതൊക്കെ വിലാസവിലസിതമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനമാണ് കോളനികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. ഈ പറയുന്ന മറ്റേ ഇത് കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ജനവിഭാഗങ്ങളെ തന്നെ എന്താ പറയുക ഉന്മൂലനാശം ചെയ്യുന്നത്. അതൊക്കെ ഈ വ്യവസ്ഥയുടെ ഇതിൻ്റെ ഭാഗമാണ്. അമേരിക്ക എന്ന് പറയുന്ന മുതലാളിത്ത വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്നിട്ട് ഒരു അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി വർഷങ്ങളോളം അവിടെ കീഴ്പ്പെടുത്തി ഭരിക്കുന്നത് അത് മറ്റേ അക്രമമില്ലാത്തൊരു വ്യവസ്ഥയുടെ ഭാഗമാണ്. ഒരു ആണവായുധം ഉണ്ട് എന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ അപ്പാടെ എന്താ പറയുക തകർത്ത് തരിപ്പണമാക്കിയത് അതും ഈ പറയുന്ന വളരെ വളരെ എന്താ പറയുക സ്വതന്ത്രമായിട്ടുള്ള മനുഷ്യ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജ്യത്ത് എന്താ പറയുക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആകെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ വർഷിച്ച് ഇത് നടത്തിയ ഒരു യുദ്ധം ആക്രമണം നടത്തുന്നത് അതും ഈ പറയുന്ന മുതലാളിത്തത്തിൻ്റെ വളരെ സ്നേഹമയ്യായിട്ടുള്ള മനുഷ്യ സ്നേഹപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ അക്രമത്തെക്കുറിച്ച് മാർസിസ്റ്റുകളുടെ അക്രമത്തിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മാർസിസ്റ്റുകൾ ഇല്ലാതിരുന്ന മാർസിസ്റ്റുകളുടെ ഈ പറയുന്ന പ്രവർത്തന കാലഘട്ടത്തിലല്ലാത്ത കാലഘട്ടത്തിലുടനീളം ഈ സമൂഹത്തിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ മുഴുവൻ വിശദീകരിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അക്രമത്തിൻ്റെ ഒരു ആകത്തുക ഈ കമ്മ്യൂണിസ്റ്റുകളുടെ തലയിൽ വെച്ച് കെട്ടുന്നത് ഒട്ടും അനുയോജ്യമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ രണ്ട് പ്രധാനപ്പെട്ട ഒരു വിപ്ലവം റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ ഒക്ടോബർ റവല്യൂഷൻ നടക്കുമ്പോൾ അത് രക്തരഹിതമായിട്ടാണ് തൊഴിലാളികൾ ഇത് ഭരണാധികാരം പിടിച്ചടക്കുന്ന സോവിയറ്റുകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതൊരു അക്രമമായിട്ടൊന്നല്ല. അതിനുശേഷം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ലോകത്തിലെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യങ്ങൾ അവർ ആക്രമിക്കും അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇത് ഇല്ലാന്ന് പറയാൻ കഴിയില്ല. 20 ലക്ഷം മനുഷ്യർ മരിച്ചു വീഴുന്നൊരു യുദ്ധം സോവിയറ്റ് യൂണിയൻ നടത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഹിറ്റ്ലറുടെ ആക്രമണശക്തിയെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി തകർന്നു വീണതിന് ശേഷം റഷ്യയുടെ ദേശീയ ആഘോഷം ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള യുദ്ധവിജയത്തിൻ്റെ ആഘോഷമാണ്. അവിടുത്തെ ദേശീയ ആഘോഷം ഏറ്റവും വലിയ ആഘോഷം. അപ്പോൾ ഈ പറയുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവനയായിരുന്നില്ല. ഈ പറയുന്ന കൊളോണിയലിസത്തിൻ്റെ ലോകം മുഴുവൻ അധിനിവേശത്തിൻ്റെ ആക്രമണത്തിൻ്റെ വംശീയ ഉന്മൂലനത്തിൻ്റെ ഒരു ഭാഷ്യവും കമ്മ്യൂണിസ്റ്റുകാരുടേതായിരുന്നില്ല. അതൊന്നുമല്ല അല്ലാത്ത ഒരു സാമൂഹ്യ വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ഇടപെടലിൻ്റെ അതിന് ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ തന്നെ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. കണക്കുകൾ സ്റ്റാലിനെ കുറിച്ച് വളരെ അക്രമിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആർക്കൈവ്സിൽ നിന്ന് പുറത്തു വന്ന രേഖകൾ അതിനേക്കാളും ജനാധിപത്യപരമായിട്ടാണ് സ്റ്റാലിൻ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് എന്ന് പറയുന്ന ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും വരെ ഇപ്പോഴും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ മുഴുവൻ കാര്യങ്ങളിൽ എനിക്കും തൃപ്തിപരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആ കാര്യത്തിനെ ഞാൻ അപ്പാടെ ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആ തരത്തിൽ കാര്യങ്ങളിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉചിതമായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ രണ്ട് വ്യവസ്ഥിതികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരം, അതുമാത്രമല്ല തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന കാരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല കാര്യം വരുന്നത്. സർവാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
കീഴ്പ്പെടുത്താൻ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായാൽ അതിനെ തകർക്കാൻ വേണ്ടി വരുന്ന ആളുകളെ പ്രതിരോധിക്കേണ്ടി വരും എന്ന് പറയുന്ന നിലപാട് മാർക്സ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അത് പിന്നീട് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പുതിയ കാലഘട്ടത്തിലെ ഇന്നത്തെ സാമൂഹ്യശാസ്ത്ര സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിലവിലുള്ള സമൂഹത്തിലെ ഈ പറയുന്ന മറ്റേ അസമത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഈ പറയുന്ന ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ പട്ടിണി കുറഞ്ഞു എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. അത് മുതലാളിത്തത്തിൻ്റെ മഹത്തായ നേട്ടമായിട്ട് പറയുമ്പോൾ വാസ്തവത്തിൽ ലോകത്തിലെല്ലാ മനുഷ്യർക്കും പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടി കഴിയുന്ന പല മടങ്ങ് ഉൽപ്പാദനം നടക്കുമ്പോഴും ഇപ്പോഴും പട്ടിണിക്കാരുണ്ട് എന്ന് പറയുന്ന പ്രശ്നത്തിന് ഒരു മറുപടി ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം വളരെ വളരെ ഖേദകരമാണ്. അങ്ങനെയുണ്ടല്ലോ. ഈ പറയുന്ന മുതലാളിത്തം വളരുമ്പോഴാണ് നൈജീരിയയിലും അതുപോലെ തന്നെ സൊമാലിയയിലൊക്കെ തന്നെയുള്ള അവരുടെ വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടി അമേരിക്കയിലും യൂറോപ്പിലും കമ്പനികൾ മത്സരിക്കുകയും വിഭവങ്ങൾ കൈയടക്കുകയും ചെയ്യുമ്പോഴാണ് അവിടുത്തെ ജനത, സോമാലിയൻ ജനതയും നൈജീരിയൻ ജനതയൊക്കെ തന്നെ പട്ടിണി കോളങ്ങളായിട്ട് അമസ്തമിച്ച് പോരുന്നത്. ഒരുപക്ഷെ കപ്പലുകൾ റാഞ്ചുന്നത് പോലും ഒരുതരം പ്രതിരോധ പ്രവർത്തനമായി മാറിത്തീരുന്ന, കപ്പൽ കൊള്ള പോലും പ്രതിരോധ പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരുന്ന തരത്തിലേക്ക് ഒരു ജനത മാറിത്തീരുന്ന തരത്തിലേക്ക് ഉള്ള പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും നീങ്ങുന്നത്. ലോകം മുഴുവൻ ഇതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതം കഴിക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ പോലും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ പറയുന്ന പട്ടിണി, ഈ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഉള്ളതിനിടയിൽ തന്നെ 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം 1929 ആ കാലത്തുണ്ടായിരുന്ന മുതലാളിത്തത്തിലുണ്ടായിരുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ്റെയും അന്നത്തെ കുഴപ്പങ്ങളുടെയും പരിധിയിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നില്ല. 1960-കളിലെത്തുമ്പോഴേക്കും ലോകത്തിലെ മറ്റ് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ നേടിയതിനേക്കാളും പല മടങ്ങ് വേഗതയിൽ ശാസ്ത്ര സാമൂഹ്യ പുരോഗതി മാത്രമല്ല ജീവിത നിലവാരത്തിൻ്റെ സൂചികകളിലും വർദ്ധിക്കാനും അതുപോലെ തന്നെ മനുഷ്യരുടെ എന്താ പറയുക ജീവിത സൂചികകളുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സാമൂഹ്യമായിട്ട് നിർവഹിക്കാനും വേണ്ടി കഴിയുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയായിട്ട് രൂപം കൊണ്ടിരുന്നു. സ്റ്റാലിനെ ആക്ഷേപിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ തകരുന്നത് സ്റ്റാലിൻ മരിച്ച് 30 വർഷത്തിന് ശേഷമാണ്, അതിനുശേഷമുള്ള ഭരണങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള കാര്യം കൂടി കണക്കാക്കിയിട്ട് വേണം സ്റ്റാലിൻ അവിടെ അത്ര സ്വീകാര്യനല്ലാത്ത ഒരാളായി ആ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഭരണാധികാരം കൈയാളിയപ്പോൾ ഒരു അപാകതയുമില്ലാതെ ഏറ്റവും മികച്ച രീതിയിലാണ് എല്ലാം മുന്നോട്ട് പോയത് എന്നുള്ള അഭിപ്രായം പറയുന്നത് ശുദ്ധ ബോഷ്കായിരിക്കും. പക്ഷേ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞു, മുതലാളിത്തം ഉദാത്തമാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റം എന്ന് വിശദീകരിക്കുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റമല്ല, സ്വകാര്യ മൂലധനത്തിൻ്റെ അങ്ങേയറ്റമാണ് അതിൽ രൂപപ്പെടുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സർ. അടുത്തതായിട്ട് അടുത്ത 10 മിനിറ്റ് വീതമുള്ള അവസരങ്ങളാണ്. അഭിലാഷിനെ സ്വാഗതം ചെയ്യുന്നു. ഈ മുതലാളിത്തത്തിൻ്റെ ഈ ഡിസ്കഷനിലേക്ക് അദ്ദേഹം പലതവണ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ മാർക്സിസം മാനവികമോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ ആരെങ്കിലും ജയിലിലടയ്ക്കുന്നതുമൊക്കെ എങ്ങനെയാണത് മുതലാളിത്തത്തിൻ്റെ ഇതിലാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും തുല്യ അവകാശങ്ങൾ പാലിച്ചു കൊടുക്കപ്പെടാത്ത ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ എതിർക്കണം എന്നുള്ളതാണ്. പക്ഷേ മാർക്സിസ്റ്റുകൾ എപ്പോഴും സ്വന്തം ഗവൺമെൻറ്റുകൾ ചെയ്ത കാര്യങ്ങൾ മാറ്റിവെക്കുകയും അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇന്നും പട്ടിണി കിടക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നു, ലോകത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും എതിരെ നീതി നിഷേധം നടക്കുന്നുണ്ട് എങ്കിൽ ആ നീതി നിഷേധത്തിനെതിരെ സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തയ്യാറാണ്. അപ്പോൾ ആ വിഷയം മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കുന്ന വിഷയം മാർക്സിസമാണ്, അതിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മോറൽ ആശയങ്ങൾ വെച്ചിട്ട് മാർക്സിസത്തെ പറ്റി വിശദീകരിക്കുന്നത് തെറ്റാണ്. കാരണം മാർക്സ് പറഞ്ഞ കാര്യം നിങ്ങൾ മൊറാലിറ്റിയെ പറ്റി മറന്നേക്കൂ, ഇതാണ് ചരിത്രത്തിൻ്റെ പോക്ക് എന്ന് പറഞ്ഞ ആളാണ് മാർക്സ്. മോറലായിട്ട് പറഞ്ഞ ആളുകൾ വേറെ ആൾക്കാരുണ്ട്. നമുക്ക് ഗാന്ധിസത്തെ പറ്റി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓവനിസത്തെ പറ്റി സംസാരിക്കുമ്പോഴോ സൈമണിസത്തെ പറ്റി സംസാരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ മൊറാലിറ്റിയെ പറ്റി സംസാരിക്കാം. മാർക്സ് പറഞ്ഞ എന്താണ്? സാമൂഹ്യ സാഹചര്യങ്ങൾ മാറാതെ മൊറാലിറ്റിയെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല, ഇപ്പോഴുള്ള സാഹചര്യത്തെ നിങ്ങൾ മാറ്റൂ എന്നാണ് പറഞ്ഞത്. മാർക്സ് ആളുകളോട് പ്രവർത്തിക്കാൻ പറയുന്നത് എന്താണ്? വിപ്ലവം നടത്താനാണ് പറയുന്നത്. താങ്കളുടെ പാർട്ടിയുടെ പേര് തന്നെ റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ലേ? എന്ത് വിപ്ലവമാണ് നിങ്ങൾ ഇവിടെ നടത്താൻ പോകുന്നത്? ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ജീവിതം ഈ ക്യാപിറ്റലിസത്തോടെ ദുരിതപൂർണമായി മുന്നോട്ട് പോകുമെന്നും ഈ തൊഴിലാളികളെല്ലാം കൂടെ അവരുടെ ക്ലാസ് കോൺഷ്യസ്നെസ്സിലേക്ക് ഉയർന്നു വരുമെന്നും അവർ വിപ്ലവം നടത്തുമെന്നും പുതിയൊരു സമൂഹം സൃഷ്ടിക്കുമെന്നും നിങ്ങൾ ഇപ്പോൾ കരുതുന്നുണ്ടോ? ഇല്ല. അന്ന് 1917 ആയപ്പോഴേ അത് ആളുകൾക്ക് മനസ്സിലായിരുന്നു. പക്ഷെ മാർക്സിസത്തിലെ വിപ്ലവം എടുത്തവർ മുന്നോട്ട് പോയി എന്നേ ഉള്ളൂ.
ഇനി മാർക്സ് ഈ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ കാര്യവും അവിടെ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല എന്നൊരു കാഷ്വൽ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ അല്ല, പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല എന്നുള്ളൊരു കാഷ്വൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി. പ്രശ്നങ്ങൾ നടന്നു എന്നല്ല, അതേപോലെ ക്രൂരമായ കാര്യങ്ങൾ വേറെങ്ങും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചില ആളുകളുടെ പേര് പറയാം. ഡേവിഡ് റിയാസ്നോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഡേവിഡ് റിയാസ്നോ എന്നുള്ള ഒരു പേര്. ഈ ഡേവിഡ് റിയാസ്നോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും പുസ്തകങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നത്. മാർക്സിസ്റ്റ് ഏംഗൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം സ്ഥാപിക്കുകയും ഈ ലണ്ടൻ ആർക്കൈവിൽ നിന്ന് മാർക്സ് എഴുതിയ കൃതികളൊക്കെ ലോകത്തിന് മുന്നിൽ എത്തിച്ച മനുഷ്യനാണ് ഡേവിഡ് റിയാസ്നോ. ഈ ഡേവിഡ് റിയാസ്നോവിന് എന്ത് സംഭവിച്ചു? മുതലാളിത്തം കൊന്നുകളഞ്ഞാണോ? അല്ല, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് സ്റ്റാലിനാണ്. എന്തിനാണ് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത്? അദ്ദേഹം പെറ്റി ബൂർഷയാണ്, അല്ലെങ്കിൽ സ്റ്റാലിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് സ്റ്റാലിനൊന്ന് തോന്നി, സ്റ്റാലിൻ കൊന്നു. അതാണ് പ്രശ്നം. ഇനി നിക്കോളായ് ബുക്കാറൻ എന്നൊക്കെ പറഞ്ഞ ഈ ലെനിന്റെ കാലത്തൊക്കെ ഈ ബോൾഷെവിക് റെവല്യൂഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഈ കത്തോലിക് സഭയ്ക്കെതിരെയൊക്കെ ആഞ്ഞടിച്ച മനുഷ്യനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനൊക്കെയാണ്. ABC ഓഫ് കമ്മ്യൂണിസം എന്നാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് ABC വരെ എഴുതാനേ കഴിഞ്ഞോളൂ, ബാക്കി എഴുതുന്നതിന് മുമ്പ് അദ്ദേഹത്തെ തീർത്ത് കളഞ്ഞത് സ്റ്റാലിനാണ്. ഇനി ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു സോവിയറ്റ് യൂണിയനിൽ. ഇപ്പം നിങ്ങൾക്കറിയാം, മാർക്സിസത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഒരു അനിവാര്യ ഘടകമാണ്. ക്യാപിറ്റലിസ്റ്റുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ഇപ്പോൾ നിലനിൽ വരേണ്ട വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം. അപ്പോൾ ക്യാപിറ്റലിസം മുഴുവൻ പ്രൊഡക്ഷൻ മെറ്റീരിയൽസും അതിൻ്റെ ഏറ്റവും വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ സമ്പത്ത് മാത്രം കുറച്ച് ആളുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, തൊഴിലാളികൾ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ ക്യാപിറ്റലിസം വലിയ പുരോഗതി കൊണ്ടുവരുന്നു, അതേ സമയത്ത് തന്നെ വൈരുദ്ധ്യമായിട്ട് തൊഴിലാളികൾ കഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണല്ലോ വിപ്ലവം ഉണ്ടാകേണ്ടത്, അല്ലാതെ വിപ്ലവം നടന്നിട്ടല്ലല്ലോ ഇതുണ്ടാകേണ്ടത്, ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാകേണ്ടത്. പക്ഷേ സോവിയറ്റ് യൂണിയനിൽ ഇവർ കഷ്ടപ്പെട്ട് വിപ്ലവമൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ലെനിൻ നോക്കിയപ്പോൾ മാർക്സ് എക്കണോമിക്സിനെ പറ്റി ഒരു അക്ഷരം എഴുതിയിട്ടില്ല. ആകെ എഴുതിയിരിക്കുന്നത് 2 വരിയാണ്. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ഉൽപ്പാദിപ്പിച്ച് എല്ലാവരും കഴിക്കും. അപ്പോൾ ആ സമയത്ത് ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത എന്ന് മാത്രം എഴുതി വെച്ചു. അത്ര മാത്രമേ മാർക്സ് എഴുതിയിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ലെനിൻ പതുക്കെ ക്യാപിറ്റലിസം എടുത്തു, ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ നടത്താൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലെനിൻ മരിച്ചു, സ്റ്റാലിൻ വരുന്നു. സ്റ്റാലിൻ വന്നപ്പോൾ സ്റ്റാലിന് പെട്ടെന്ന് ഇത്ര വളർച്ചയൊന്നും വേറെ കൂടുതൽ വലിയ രീതിയിൽ വളർച്ച നടത്തണമെന്ന് തോന്നി. ഞാൻ ഇതിൻ്റെ പേരിൽ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു പ്രഭാഷണം സോവിയറ്റ് എക്കണോമിയെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കാണുക, അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നടത്താൻ വേണ്ടി ഇവർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്ന്, ഇവർ ഈ പറയുന്ന മുതലാളിമാരിൽ നിന്നൊന്നുമല്ല, പാവപ്പെട്ട കർഷകരിൽ നിന്ന് അവരുടെ കഷ്ടപ്പെട്ട് അവർ കഴിക്കാനുണ്ടാക്കിയിരിക്കുന്ന ധാന്യങ്ങളെല്ലാം പിടിച്ചു പറിക്കുകയും അത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയും, ആലോചിക്കുക, മുതലാളിത്ത രാജ്യമായ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യും, അവിടുന്ന് മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട് ആ മെഷീൻസ് വെച്ചിട്ടാണ്, അതായത് സ്വന്തം ആൾക്കാരുടെ ജീവൻ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം പിടിച്ചു പറിച്ചിട്ടാണ് സ്റ്റാലിൻ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് എന്നിട്ടും ഈ പിടിച്ചുപറി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പതുക്കെ കൃഷിയൊക്കെ അങ്ങ് നിർത്തി. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ പരിപാടിയാണ് കളക്ടിവൈസേഷൻ. അദ്ദേഹം കുറച്ച് മുമ്പ് വളരെ കാഷ്വലായിട്ട് വീണ്ടും പറയുന്നുണ്ട് സോവിയറ്റ് യൂണിയനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. 1932 ഉക്രൈനിൽ നടന്ന ക്ഷാമം എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു. അവിടെ ആളുകൾ അവസാനം ഭക്ഷണം കിട്ടാതെ തൊട്ടടുത്തുള്ള ആൾക്കാരെ കൊന്നിട്ട് അവരെ ഭക്ഷിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ സിറ്റിയിലേക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലീസിനെ ഏർപ്പാടാക്കി ആ നാട്ടുകാരെ അവിടെ തന്നെ തളച്ചിട്ടു. അങ്ങനെ ഉക്രൈനിൽ ആ ക്ഷാമത്തിൽ തന്നെ മരിച്ചത് മില്യൺസ് ഓഫ് ആൾക്കാരാണ്. ഇതൊക്കെയാണോ ചെറിയ പ്രശ്നം? പിന്നെ അദ്ദേഹം പറഞ്ഞു സ്റ്റാലിൻ്റെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷം ഗോർബച്ചോവിൻ്റെ ഒക്കെ സമയത്താണ് സോവിയറ്റ് യൂണിയൻ തകർന്ന കാര്യമൊക്കെ പറയുന്നു. സ്റ്റാലിൻ മരിക്കാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ക്രുഷേവ്. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് സ്പീച്ചിലൂടെയാണ് ലോകം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിനു മുമ്പ് ലോകം മുഴുവൻ ഈ മാർക്സിസം എന്ന് പറഞ്ഞ എന്തോ വലിയ സംഭവമാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യയെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ ഐഡിയോളജി നമ്മുടെ ഇന്ത്യയിലേക്കും വന്നേനെ. ഗാന്ധിയും സോഷ്യലിസത്തിൻ്റെയൊക്കെ ആളായിരുന്നു, നെഹ്റുവിൻ സോഷ്യലിസം ഒക്കെ ഉണ്ട്, ഇവർക്കൊക്കെ സ്റ്റാലിനോടൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഗാന്ധി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ആ അഹിംസ എന്ന് പറഞ്ഞൊരു ഐഡിയോളജി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഈ സ്റ്റാലിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ലെനിൻ്റെ മുദ്രാവാക്യം കേട്ടിട്ട് വിപ്ലവമായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. അതാണ് അവസ്ഥ. പിന്നെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ 1991 നിയോ ലിബറലിസം ഒക്കെ വേണ്ടി വന്നു, നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷേ ഒന്നുമില്ലെങ്കിലും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സോഷ്യലിസമാണ് നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചതെന്നെങ്കിലും പറയാം. ഇനി പട്ടിണി മാറ്റണം എന്ന് പറഞ്ഞു. ഈ പട്ടിണി മാറ്റാനായിട്ട് മാർക്സിസത്തിനകത്ത് എന്താണുള്ളത്? അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടെന്ന്. ഇപ്പോഴും ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്, ആ പട്ടിണി മാറ്റണം. പക്ഷെ പട്ടിണി മാറ്റണമെന്ന് മാർക്സിൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് എന്താണ് പറയാ?
പട്ടിണി മാറ്റണമെന്ന് മാർക്സിൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ മാർക്സ് അയാളോട് പറയാ, പട്ടിണി എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ഇപ്പോഴത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് നല്ലതാണ്. പട്ടിണി ഇങ്ങനെ കൂടി വരുമ്പോൾ നിങ്ങളുടെ ക്ലാസ് കോൺഷ്യസ്നെസ് ഉയർന്നു വരികയും അതേപോലെ മുതലാളിമാരുടെ കയ്യിൽ ക്യാപിറ്റൽ ഇങ്ങനെ കൂടി വരുമ്പോൾ ക്യാപിറ്റലിന്റെ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് കാരണം ക്യാപിറ്റൽ തകരുകയും അങ്ങനെ നമുക്ക് ഒരു പുതിയ സമൂഹം സൃഷ്ടിക്കാന്നേ മാർക്സ് പറയുള്ളൂ. മാർക്സിന് മുമ്പ് ജീവിച്ചിരുന്ന സോഷ്യലിസ്റ്റുകളും മാർക്സിന് ശേഷമുള്ള സോഷ്യലിസ്റ്റുകളും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ശരിയാണ് പട്ടിണി മാറ്റണമെന്ന്. പക്ഷെ മാർക്സ് ഒരിക്കലും അത് പറയില്ല. മാർക്സ് എങ്ങും അത് പറഞ്ഞിട്ടുമില്ല. മാർക്സ്, ഞാൻ വീണ്ടും പറയുന്നു, മാർക്സ് മൊറാലിറ്റിയെ ബേസ് ചെയ്തൊരു സിസ്റ്റം ഉണ്ടാക്കിയ ആളല്ല. അദ്ദേഹം ശാസ്ത്രീയമാണ് എന്ന് വിശദീകരിച്ച ആളാണ്. അതുപോലെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എവറിത്തിങ് ഈസ് ഹിസ്റ്റോറിക്കലി ജസ്റ്റിഫയബിൾ. 1 കോടി ആൾക്കാരെ കൊന്നാലും 100 കോടി ആൾക്കാരെ കൊന്നാലും മനുഷ്യർ പട്ടിണി കിടന്ന് മരിച്ചാലും സമൂഹം പുരോഗതിയിലേക്ക് പോയാലും എല്ലാം ആ സമയത്ത് അത് എന്താണോ അത് നടക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ മാർക്സിസം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, മാർക്സിസം ഒരു ഭൗതികവാദമാണ്. അതുകൊണ്ടാണ് മിക്കവാറും ഈ നിരീശ്വരവാദികളൊക്കെ കുറച്ചാൾ മാർക്സിസ്റ്റുകളായിട്ട് നടക്കുന്നത്. കാരണം ആത്മീയവാദത്തിനെതിരെയാണല്ലോ ഭൗതികവാദം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർക്സിസം എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക് മെറ്റീരിയലിസം അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് മിസ്റ്റിസം ആണെന്ന് പറയാം. അതായത് ആത്മീയതയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് മാർക്സ് ചെയ്തത്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ മാർക്സ് എവിടെ നിന്നൊക്കെയാണ് ഇൻഫ്ലുവൻസ് എടുത്തതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ക്രിസ്ത്യൻ ഐഡിയോളജിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട്, ഹെഗലിൽ നിന്ന് ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട്, റൊമാൻറ്റിസിസത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് എടുത്ത് അദ്ദേഹം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത്, അപ്പം മാർക്സ് പറയുന്നത് മനുഷ്യൻ പണ്ട് എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് അധ്വാനിച്ച് നടന്നുകൊണ്ടിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ്റെ ആ ഐഡന്റിറ്റി, സോഷ്യൽ ബീയിങ് എന്നുള്ളൊരു ഐഡന്റിറ്റി അവന് നഷ്ടപ്പെടുന്നു. അവൻ ഏലിയനേറ്റഡ് ആകുന്നു, അന്യവൽക്കരിക്കപ്പെടുന്നു. അവൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് ജീവിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മനുഷ്യത്വം എന്ന് പറഞ്ഞതിൽ നിന്ന് അവന് കുറവ് വരുന്നു. അതാണ് ഏലിയനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏലിയനേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ വീണ്ടും മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആ തിരിച്ചുപോക്കൽ 10 കോടി ആൾക്കാർ മരിച്ചു പോയാലും കുഴപ്പമില്ല, ആ തിരിച്ചുപോക്കൽ എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെ തിരിച്ചു പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുമ്പുള്ള മിസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ നോക്കണം. അപ്പം ഹെഗൽ പറഞ്ഞത് എന്താണ്? ഹെഗൽ പറഞ്ഞത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അതിനുശേഷം മനുഷ്യൻ്റെ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അവസാനം ദൈവം മനസ്സിലാക്കുന്നു ദൈവമല്ലാതെ വേറൊന്നുമില്ല, അബ്സല്യൂട്ട് അല്ലാതെ വേറൊന്നുമില്ലാതെ മനസ്സിലാക്കുന്നു. അതിനെ മാറ്റി മാർക്സ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു മെറ്റീരിയൽ ഫോഴ്സസ് ഇങ്ങനെ മൂവ് ചെയ്യാണ്, ഉൽപാദന ഉപകരണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഉൽപാദന ഉപകരണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറി വന്ന സ്റ്റേജാണ് ക്യാപിറ്റലിസം. അപ്പോൾ ഈ ക്യാപിറ്റലിസം സൃഷ്ടിച്ച ഒരു കാര്യമാണ് തൊഴിലാളികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ തൊഴിലാളികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി ക്യാപിറ്റലിസ്റ്റുകളായ കുറച്ച് പേര് മാത്രമുണ്ട്, അവരെ ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രം ഇനി ഇവർക്ക് നമുക്ക് എന്താണോ ക്യാപിറ്റലിസം ഉണ്ടാക്കി വെച്ചിരുന്നത് അതുപയോഗിച്ച് നമുക്ക് ഇതിനേക്കാൾ വലിയ ഗ്രോത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് മാർക്സ് പറഞ്ഞത്. ബാക്കി അടുത്ത ചോദ്യോത്തരവേളയിലും ഉപസംഹാരത്തിലും പറയാം. നന്ദി. അടുത്ത 10 മിനിറ്റ് സന്തോഷ് സാറിൻ്റെ അവസരമാണ്. അതിനുശേഷം ചോദ്യോത്തര പരിപാടിയാണ്. 20 മിനിറ്റാണ് ചോദ്യോത്തര പരിപാടി. അത് മൈക്ക് ഉപയോഗിച്ച് ചോദിക്കുകയാണെങ്കിൽ വിരോധമില്ല തോന്നുന്നു. അടുത്ത 10 മിനിറ്റിന് വേണ്ടി സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു. മാർക്സിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാർ ധരിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അവസരം ഉണ്ടായി എന്നുള്ള എനിക്ക് വളരെ സന്തോഷം. കാരണം നമ്മുടെ ഞാനത്തെ ഇങ്ങനത്തെ ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോഴല്ലേ മനുഷ്യൻ ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് നമ്മൾ അറിയുള്ളൂ. മാർക്സ് എന്തോ ഒരു യന്ത്രം പോലെ ഈ എന്താ പറയുക ഈ സാമൂഹ്യ നിയമങ്ങളെ കാണുകയാണ്. ധാർമ്മികതയെ കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മാർക്സ് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ ധാർമ്മികതയൊക്കെ തന്നെ അതാത് കാലത്ത് രൂപപ്പെട്ടുള്ളതാണ്, അല്ലാണ്ട് അനാദി കാലത്തേക്ക് നിലനിൽക്കുന്നൊരു ധാർമ്മികത നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു? ഇന്നത്തെ പോലെ തന്നെയാണോ നേരത്തെ നിലനിന്നിരുന്നത്? ഈ പറയുന്ന പ്രാകൃതമായിട്ടുള്ള ജീവിത ഗോത്ര ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ ബന്ധങ്ങളും സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ് എന്നുള്ളത്. വേണ്ട ഒരു 50 വർഷം മുമ്പുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വേണ്ട 10 വർഷം മുമ്പ് നമ്മുടെ കുട്ടികൾ ഇടപെട്ടിരുന്ന രീതിയിലാണോ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇടപെടുന്നത്? ഇപ്പൊ ധാർമ്മികത എന്ന് പറയുന്ന കാര്യം ഒരു എന്താ പറയാ ഏതോ ഒരു അമൂർത്തമായിട്ട് സങ്കല്പത്തിനെ ഇങ്ങനെ സ്വീകരിച്ച് ആ അമൂർത്തമായ സങ്കല്പത്തിന്റെ ചുറ്റും നമ്മളൊരു സംഗതി വളർത്തിയെടുക്കുന്നതാണോ? എന്തൊരു അസംബന്ധം! അതാത് കാലഘട്ടത്തെ സാമൂഹ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ധാർമ്മിക ബോധങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. ഈ പറയുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്തെ മറ്റേ സാമൂഹ്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളാണോ ഇന്നത്തെ കാലഘട്ടത്തിലെ മറ്റേ ഈ ബന്ധങ്ങളുള്ളത്? അല്ലല്ലോ. ആ കുടുംബത്തെ അണുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മാറിയില്ലേ? ഈ അണുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ കുടുംബങ്ങളുടെ സ്വഭാവത്തിൽ കുടുംബം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ മറ്റേ സ്വീകരിക്കാത്ത നിലയിലല്ലേ പുതിയ തലമുറ, പ്രത്യേകിച്ച് അഭിലാഷിനെ പോലുള്ള ആൾക്കാരുടെ മറ്റെന്താ പറയുക IT മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർ കുറെ കൂടി അവരുടെ ഒരു സാമൂഹ്യ ബന്ധങ്ങളിൽ അത് വരുന്നില്ലേ?
അപ്പോൾ ധാർമ്മികത എന്ന് പറഞ്ഞിട്ട് ഒരു 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 അപ്രമേയമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കി വെക്കുകയും അതിൻ്റെ ചുവട് പിടിച്ച് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയല്ല. അത് ശരിയാണ്. അതാത് കാലഘട്ടത്തിലെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളും സാമൂഹ്യ ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയുക, രാഷ്ട്രീയ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായി വരുന്നത്. അത് സംഭവിക്കുന്നുണ്ട്. അതങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു അപരാധമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഏംഗൽസിൻ്റെ ഇതിനെ സൂചിപ്പിച്ചത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും എങ്ങനെയായിരിക്കുമെന്ന് അന്നത്തെ തലമുറ തീരുമാനിക്കും എന്ന് പറഞ്ഞത്. അതുപോലെ ഈ പറയുന്ന മുതലാളിത്ത ഉൽപാദന ബന്ധങ്ങളുടെ കാലഘട്ടത്തിലെ സാമൂഹ്യോൽപാദന പ്രക്രിയ എന്താണ് എന്ന് വിശദീകരിക്കുകയും അതിലുണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും തന്നെ മാർക്സ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അനാദിയായിട്ടുള്ള കാലത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഘടനയുണ്ടാക്കി വെച്ചിട്ടൊന്നല്ല. ഈ പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് മുന്നോട്ട് വയ്ക്കുന്നില്ല. അതിനുശേഷം പാരീസ് കമ്മ്യൂണിൻ്റെ അനുഭവത്തിന് ശേഷമാണ് മാർക്സ് പറയുന്നത് ഭരണം എന്ന് പറയുന്ന സംവിധാനം ഭൂരിപക്ഷം ആളുകളിൽ ചേർന്നിട്ട് പിടിച്ചെടുത്താൽ മാത്രം മതിയാവില്ല. അങ്ങനെ പിടിച്ചെടുത്ത ആൾക്കാരെ സൈന്യത്തിന്റെ ബലം ഉപയോഗിച്ച്, ഭരണത്തിന്റെ സംവിധാനത്തിന്റെ ബലം ഉപയോഗിച്ച് അവസാനത്തെ ആളവരെ കൊന്നു കളഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ പിടിച്ചെടുത്താൽ മാത്രം പോരാ, എന്താ പറയുക, ഈ ഭരണം അവസാനിപ്പിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ സംവിധാനങ്ങളെ തന്നെ മാറ്റി തീർക്കേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള ബലപ്രയോഗം വേണം. ബലപ്രയോഗം എന്ന് പറഞ്ഞിട്ടുള്ള അക്രമമാണെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് അങ്ങനത്തെ അഭിപ്രായമില്ല. ഡ്രാസ്റ്റിക്കലായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് വിപ്ലവത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമുള്ളൂ. അത് മുഴുവൻ ആളുകളെ കൊല്ലലാണ് എന്ന് പറയുന്നത് യാതൊരു പ്രസക്തിയില്ല. അതൊക്കെ യുദ്ധങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിലാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ചില മരണങ്ങളെയും കൊലപാതകങ്ങളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആ കാര്യത്തിൽ അവിടുത്തെ ഭരണവ്യവസ്ഥ തികച്ചും ന്യായമായിട്ടാണോ പെരുമാറിയത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അത് ശരിയാണ്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മെൻഷവിക്ക് ലെനിൻ വിപ്ലവം നടത്തുന്ന സമയത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ എന്താ പറയുക ന്യൂനപക്ഷ അഭിപ്രായത്തിനെ നയിച്ചിട്ടുള്ള ട്രോട്സ്കി ലെനിൻ്റെ കൂടെ വിപ്ലവ കമ്മീസാറിയറ്റിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്തരത്തിൽപ്പെട്ട ആളുകളടക്കം ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ലെനിൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ നിലവിലുള്ള ഭരണവ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംവിധാനത്തിനെ പ്രതിരോധിക്കുന്നതിൽ അത് അത്രത്തോളം ആയിരുന്നു വേണ്ടിയിരുന്നത്, അങ്ങനെ ചെയ്യുന്നതിൽ അപാകത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും റഷ്യയിൽ സ്റ്റാലിൻ്റെ ഒക്കെ തന്നെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അത്തരത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതുണ്ടെങ്കിൽ അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ മുതലാളിത്തം എന്ന് പറയുന്ന സാമൂഹ്യ വ്യവസ്ഥ എന്നുള്ള നിലയിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല. മാർക്സിന്റെ ഈ പറയുന്ന ഘടകം മാത്രം, മുതലാളിത്തം മാനവികമാണ്, അതാണ് ഈ കാര്യത്തിന് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ അവസാന വാക്ക് എന്ന് അഭിലാഷ് ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് മറുപടിയിൽ ഞാൻ ആ കാര്യം വിസ്തരിച്ച് ആ കാര്യം പറയാനിടയാണ്. മുതലാളിത്തത്തിന്റെ ഇതിലാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സാമൂഹ്യോൽപാദനം വികസിക്കുമ്പോൾ ഇത്രയൊന്നും സാമൂഹ്യോൽപാദനം വികസിക്കാതെ തന്നെ മനുഷ്യന്റെ ജീവിത സൂചികകളിൽ അതിനേക്കാളും വലിയ മുന്നേറ്റം ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ്. ഈ പറയുന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് പട്ടിണിയും ഇല്ലാത്ത മാത്രമല്ല എല്ലാവർക്കും വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ അടക്കമുള്ള സൗകര്യങ്ങളിലേക്ക് വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഈ പറയുന്ന സാമൂഹ്യോൽപാദനത്തിൻ്റെ ഇത്രയും ഉയർന്ന ഒരു തോതിൽ ശാസ്ത്ര സാങ്കേതിക വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന പ്രക്രിയ അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയും അത്രമാത്രം വളരുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നതിന് മുമ്പേ സോവിയറ്റ് യൂണിയൻ ആർജിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിന് എന്തിനാണ് കുറച്ച് കാണുന്നത്? ഈ പറയുന്ന അതിന് ശേഷമുള്ള ഇത്രയും ഒരു മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും 1950 കഴിയുമ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ ആർജിച്ചു കഴിഞ്ഞ ഈ തരത്തിൽപ്പെട്ട സാമൂഹ്യ വികാസ സൂചികകൾ ലോകത്തെമ്പാടും ഈ പറയുന്ന 75 വർഷത്തെ ശാസ്ത്ര സാങ്കേതിക വികാസത്തിന്റെ അത്യുജ്വലമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള വികാസത്തിന് ശേഷവും ഇപ്പോഴും ലോകത്ത് സംജാതമാവാൻ വേണ്ടി കഴിയുന്നില്ല. അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവം നടത്തിയതിൻ്റെ ഫലമായിട്ടല്ല, നിലവിലുള്ള മുതലാളിത്ത ഉൽപാദന സംവിധാനത്തിന്റെ കുറവിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്ന നിലപാട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ നിലപാട് സ്വീകരിക്കുന്നത് ഈ പറയുന്ന മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥ മനുഷ്യന്റെ ഈ പ്രശ്നങ്ങൾ മാർക്സ് മനുഷ്യന്റെ ഒരു കാര്യവും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞ എത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉത്ബോധിപ്പിക്കുകയും ധാർമ്മികമായിട്ട് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അതെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കഴിയാന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ.
അതാണ് ശാസ്ത്രീയ സോഷ്യലിസത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഭരണവ്യവസ്ഥയിൽ ഉൾച്ചേർക്കാൻ വേണ്ടി കഴിയുക എന്നതിനെ സംബന്ധിച്ചുള്ള പ്രായോഗികമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കണം, അത് ഈ പറയുന്ന വികാസഗതിയെ പരിശോധിച്ചുകൊണ്ട് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിതം നേടിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യമാണ് മാർക്സ് ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ച കാര്യം ഇപ്പോഴും പ്രസക്തമാണ്. അതിൻ്റെ തിരിച്ചടികളുടെയും മറ്റു കാര്യങ്ങളുടെയും പിന്നെ പ്രയാസങ്ങളുടെയും കാര്യം. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉടനെ വിപ്ലവം നടത്തുമോ എന്നുള്ള ചോദ്യം മറ്റേ അടക്കം ഇപ്പോൾ അവസാനം മറ്റേ അഭിലാഷ് ചോദിച്ചു. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നാളെ വിപ്ലവം നടത്താനൊന്നും പോകുന്നില്ല, അതിന് മാത്രമുള്ള ശേഷിയില്ല. ഈ പറയുന്ന ഒരുപക്ഷെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയോട് വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയത് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനൊരു പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാളെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് നിർത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പോലും ഞാൻ സംശയിച്ചതാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്ര പദ്ധതി എന്നുള്ള നിലയിൽ റവല്യൂഷൻ മാർക്സിസ്റ്റ് പാർട്ടി ചെറുതാണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സോക്കോൾഡ് മാർക്സിസ്റ്റുകളായിട്ടുള്ള ആളുകൾ മറ്റേ അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഈ പ്രത്യയശാസ്ത്ര പദ്ധതി മനുഷ്യവിരുദ്ധമാണ് എന്ന് പറയുക. മാർക്സ് മറ്റേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് വിശദീകരിക്കുന്ന എന്തൊരു അസംബന്ധമായിട്ടുള്ള ചിന്തയാണ് ഈ മറ്റേ കുട്ടികളുടെ മനസ്സിൽ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഈ മാർക്സിൻ്റെ സാഹിത്യം വായിച്ചിട്ട് മാർക്സിനെ വായിച്ചിട്ട് അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാർക്സിൻ്റെ മറ്റേ പ്രധാനപ്പെട്ട മറ്റേ ഇത് എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ വോള്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് അവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതം എന്നുള്ള കാര്യം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് മറ്റേ ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ അപാകതകൾ എന്താണെന്ന് മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് പരിഹരിക്കുന്നതിന് ഈ പറയുന്ന ഉത്ബോധനത്തിൻ്റെയോ ഞങ്ങളുടെ ധാർമ്മികതയുടെയോ പരിദേവനത്തിൻ്റെയോ എല്ലാവരും നന്നാവണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നതിൻ്റെയോ, അതല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ രോഗം വരുമ്പോഴും മറ്റേ ബുദ്ധിമുട്ട് അനുഭവിക്കണം പാട്ടപ്പിരിവെടുത്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തനം കൊണ്ടോ ഈ കാര്യം മാറ്റാനാവില്ല. അതിന് പകരം നിലവിലുള്ള ഭരണവ്യവസ്ഥയെ മാറ്റി തീർത്തുകൊണ്ട് എല്ലാവർക്കും അനുയോജ്യമായ ഒരു ജീവിതമുണ്ടാകുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മുന്നേറേണ്ടതുണ്ട്. അത്തരമൊരു സാമൂഹ്യ വ്യവസ്ഥ ഈ പറയുന്ന നിലവിലുള്ള ഞാൻ പറഞ്ഞ നേരത്തെ സ്വകാര്യ സ്വത്തിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പോൾ അത് വ്യക്തികളുടെ സ്വത്തിൻ്റെ ഒരു ഘടനത്തിലല്ല. ഒരാൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്തിൻ്റെ കാര്യത്തിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസവും മാർക്സ് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് സാമൂഹ്യ ഉൽപാദന പ്രക്രിയ നിർവഹിക്കുന്നത് സ്വകാര്യ മുതലാളിമാരായിരിക്കുകയും അവർ ഇത് വീണ്ടും വീണ്ടും കൈയടക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് മാർക്സ് പറഞ്ഞത്. ആ സിസ്റ്റം അല്ല, അത് സാമൂഹ്യമായിട്ടാണ് നിർവഹിക്കപ്പെടേണ്ടത്, അതിൻ്റെ സംവിധാനമാണ് ഉണ്ടാവേണ്ടത്. അത്തരമൊരു സംവിധാനത്തിനെ കുറിച്ചാണ് സോഷ്യലിസത്തിനെ കുറിച്ച് സംസാരിച്ചത്. ആ സോഷ്യലിസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനം പോലെ അനാദികാലം തുടരേണ്ടതില്ല. കുറെ കൂടി വികസിതനായിട്ടുള്ള മനുഷ്യൻ കാര്യങ്ങളെ തിരിച്ചറിയാനും ഒരു പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ സംവിധാനം ഉണ്ടാക്കാനും കഴിയുന്നൊരു മനുഷ്യൻ്റെ മുകളിൽ ഈ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കീഴ്പ്പെടുത്തലിൻ്റെ പട്ടാളത്തിൻ്റെ കോടതിയുടെ അതിൻ്റെ സംവിധാനങ്ങളുടെ പോലും ആവശ്യമില്ലാത്ത തരത്തിൽ മനുഷ്യൻ്റെ പാരസ്പര്യം ഉയർന്നു വരണം എന്നൊരു സങ്കല്പനം, അതൊക്കെ തന്നെ വളരെ റിമോട്ടായിട്ടുള്ള സങ്കല്പനമാണ്. അതൊക്കെ ആധുനിക മനുഷ്യൻ അതിൻ്റെ ചുവട് പിടിച്ച് വികസിപ്പിക്കുകയോ അതിനെക്കുറിച്ചുള്ള മറ്റേ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാവുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനം. താങ്ക് യു സർ. വളരെ കൃത്യമായി സമയമെടുത്തുകൊണ്ട് ഈ സഭാതിൽ പങ്കെടുത്തതിന്. അടുത്തതായി ചോദ്യോത്തരമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരോടാണ് എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷം ചുരുക്കി ചോദിക്കാൻ താല്പര്യപ്പെടുന്നു. രണ്ടുപേരിൽ ആർക്ക് വേണമെങ്കിലും ചോദ്യത്തോട് പ്രതികരിക്കാം. ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ മാർക്സിസം വിഭാവനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ഹിംസ സ്വീകാര്യമാണോ? ആണെങ്കിൽ അത് മാനവികമാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ക്യാപിറ്റലിസം ഒരു സാമ്പത്തിക പദ്ധതി എന്ന നിലയിൽ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ് ഞാൻ ഇതിൽ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും അത് തന്നെ പറയാം. ഈ ഹിംസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ലെനിൻ്റെ അടുത്തും അന്നത്തെ കാലത്ത് മാർക്സിസ്റ്റുകൾ തന്നെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഹിംസ വേണോ? ഈ മെൻഷെവിക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഈ സോഷ്യൽ ഡെമോക്രാറ്റ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവരാകുന്നത്. ഈ മെൻഷെവിക്കുകൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഹിംസ വേണ്ട എന്നാണ്, നമുക്ക് വിപ്ലവം വേണ്ട, നമുക്ക് സോഷ്യൽ ഡെമോക്രസിയിലൂടെ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാമെന്ന്. അതുപോലെ തന്നെ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞ വേറൊരു സംഘടനയുണ്ട്. അവർ ജനാധിപത്യവാദികളാണ്, അവർ പാർലമെൻറ്റ് ഭരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞ സംഘടനകളുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഡെമോക്രാറ്റ്സിനെ വേണമെങ്കിൽ ഒരു വലതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. ലെനിൻ അവരെ വിളിക്കുന്നത് ബൂർഷാ ജനാധിപത്യം എന്നാണ്. ഈ ലെനിന് മാർക്സിനും ഏംഗൽസിനും ഒന്നും ജനാധിപത്യത്തിൽ യാതൊരുവിധ വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നിട്ട് പോലും മാർക്സിസ്റ്റുകൾ അവരുടെ ചിലപ്പം സ്വയം മൊറാലിറ്റി കൊണ്ട് വല്ലതായിരിക്കാം അങ്ങനെ വിചാരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ
ലെനിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഈ മെൻഷവിക്കുകളും ബോൾഷവിക്കുകളും തന്നെ സ്പ്ലിറ്റ് ആകാനുള്ള പ്രധാന കാരണം ഇതിലൊന്നാണ്. പക്ഷേ അധികാരം നേടാൻ വേണ്ടിയിട്ട് ലെനിൻ ഈ രണ്ട് കൂട്ടരെയും പുസ്തകങ്ങൾ എഴുതിയും പ്രസംഗത്തിലൂടെ അവരെ ഒതുക്കുകയാണ് ചെയ്തത്. ഹിംസ വേണം, വിപ്ലവം വേണം, വിപ്ലവത്തിലൂടെ തന്നെ വേണം അധികാരം വേണം, അതിനുശേഷം തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടായേ പറ്റുള്ളൂ എന്ന് ലെനിൻ വ്യക്തമായിട്ട് പുസ്തകം എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞ കാൾ കൗട്സ്കിക്കെതിരെ ലെനിൻ പുസ്തകം എഴുതിയിട്ട് തന്നെയാണ് തെളിയിക്കുന്നത്. അതിനുശേഷം അധികാരം കിട്ടിയതിന് ശേഷം സിവിൽ വാറിലേക്ക് പോകുമ്പോൾ ഈ മെൻഷവിക്കുകളെയൊക്കെ കൊല്ലുന്നത് ഇവർ തന്നെയാണ്. അല്ലാതെ അവിടെ അതൊരു മുതലാളിമാരൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം, അവിടെ മുതലാളിമാരൊന്നും ഇല്ല, മുതലാളിത്തം ഒന്നും ഇല്ല. അപ്പോൾ ഇവരെയൊക്കെ കൊല്ലുന്നതും ഈ ഹിംസ നടപ്പിലാക്കുന്നതും ഈ പുസ്തകം വെച്ചിട്ട് തന്നെ, മാർസിൻ്റെ പുസ്തകം വെച്ചിട്ട്, എംഗൽസിൻ്റെ പുസ്തകം വെച്ചിട്ടാണ് ലെനിൻ ആ ഹിംസ വേണമെന്ന് സ്ഥാപിച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന EMS, 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷവും 1995 ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ എഴുതുന്നുണ്ട്. കാൾ കൗട്സ്കി ലെനിനോട് സംസാരിക്കുന്നതും ലെനിൻ മറുപടി പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അന്നേരം അദ്ദേഹവും EMSഉം സംസാരിക്കുന്നത് വിപ്ലവം വേണമെന്ന് തന്നെയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം സോഷ്യൽ ഡെമോക്രാസിയിലേക്ക് ജനാധിപത്യ രീതിയിൽ ഇവിടെ ഭരിച്ച് അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ്, ഈവൻ നിയോ ലിബറലിസം ഇന്ത്യയിൽ തുടങ്ങിയതും കണ്ടു കഴിഞ്ഞ്, എല്ലാം കണ്ടതിന് ശേഷവും അദ്ദേഹം സംസാരിക്കുന്നത് ലെനിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്, വിപ്ലവം വേണമെന്നാണ്. അപ്പം ഈ പറയുന്ന ഈ വിപ്ലവം എന്ന് പറയുന്ന ആശയം, അല്ലെ ഹിംസ എന്ന് പറയുന്ന കാര്യം മാർക്സിസത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. അത് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ ആളുകളുടെ മേൽ എത്രമാത്രം ഹിംസ അവർ പ്രയോഗിക്കുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. പോൾ പോട്ടിനെ പറ്റി വായിക്കുക, മാവോയെ പറ്റി വായിക്കുക, അല്ലെങ്കിൽ റൊമാനിയയിലെ ചൗസസ്കോയെ പറ്റിയിട്ട് വായിക്കുക. ആരായാലും അവരെല്ലാവരും ചെയ്യുന്നത് ഹിംസ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തിന്, നമ്മുടെ നോർത്ത് കൊറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും എല്ലായിടത്തും. അപ്പോൾ ഹിംസ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. രണ്ടാമത്തെ, ക്യാപിറ്റലിസം എന്ന് പറയുന്നതിനെ പറ്റി അതിലെന്തെങ്കിലും അക്രമം ഉണ്ടോ എന്നുള്ളത്. ഇദ്ദേഹം പലപ്പോഴും ക്യാപിറ്റലിസം കൊന്നു തള്ളിയ ആൾക്കാരുടെ കാര്യം പറയുന്നില്ല എന്നൊക്കെ പറയുന്നു. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞത് അത് അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയെ അല്ല. അദ്ദേഹം നമ്മളതിനെ ഫ്യൂഡലിസത്തിനോടോ അല്ലെങ്കിൽ സ്റ്റേറ്റിസത്തിനോടോ എന്ത് സമ്പ്രദായത്തോടും കൂട്ടിക്കെട്ടാൻ പറ്റുന്ന ഒന്നല്ല. ക്യാപിറ്റലിസത്തിൻ്റെ അടിസ്ഥാനം എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ്. തൊഴിലാളിക്കാണെങ്കിലും മുതലാളിക്കാണെങ്കിലും നിങ്ങളുടെ വാല്യൂ എന്താണോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അത് ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം മുതലാളിത്തത്തെ പറ്റി എപ്പോഴും ഒരു മോശം രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം നേരത്തെ നമ്മുടെ ഡിബേറ്റിൻ്റെ വിഷയം മുതലാളിത്തം അല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല. ഈ ചോദ്യം വന്നതുകൊണ്ട് പറയാം. ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ ബേസിക് പ്രിമിസ് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തിക്കും അവൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നുള്ളത്, അവൻ്റെ ജീവിതം അവൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. ഒരു കാര്യം മാത്രമേ അവിടെ ക്ലോസ് ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ തുടങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉൽപ്പാദിപ്പിക്കാം. ഇനി അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂട്ടം ചേർന്നിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്കൊരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രോപ്പർട്ടി അവരെടുത്തുകൊണ്ട് പോകും. അതാണല്ലോ സോഷ്യലിസം എന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞു വ്യക്തി സ്വത്തിനെ പറ്റിയിട്ടല്ല. അല്ല, വ്യക്തി സ്വത്തിനെ പറ്റിയാണെന്ന് ഞാനും പറയുന്നില്ല. സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രോപ്പർട്ടി, അയാൾക്ക് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാനായിരിക്കും ആഗ്രഹം, കൃഷി ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങാനായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കുന്ന വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം. ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ഈ പറയുന്ന എല്ലാവർക്കും തുല്യതയുണ്ട്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മാർസിൻ്റെ കാലത്ത് തന്നെ ഡിസ്കഷനിൽ വന്ന കാര്യങ്ങളാണ്. പക്ഷെ മാർസ് അതിനെയൊക്കെ തള്ളിക്കളയുന്നത് ഇങ്ങനെയുള്ള റൈറ്റ്സ് ഒന്നും തൊഴിലാളിക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് ബൂർഷാ ജനാധിപത്യത്തിൽ നിന്ന് വരുന്നതാണ്. ബൂർഷാ ഭരണകൂടം എന്ന് പറയുന്നത് ബൂർഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തൊഴിലാളിക്ക് ഇതുകൊണ്ട് ഗുണമൊന്നുമില്ല, ഇത് മുതലാളിയുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാനേ ഗുണമാകൂ എന്നൊക്കെ പറഞ്ഞ് മാർസ് റൈറ്റ്സിനെ, അവകാശങ്ങളെ, പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. മാർക്സിസ്റ്റുകളൊക്കെ സമരം ചെയ്യുന്ന, ഈ ബൂർഷാ ഭരണകൂടത്തിലിരുന്ന് സമരം ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. ശമ്പളം വർദ്ധിപ്പിക്കണം, അല്ലെ, അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ. ഈ അവകാശങ്ങൾ എന്ന് പറയുന്നതും ഒന്നും നേടിയെടുക്കാനായിട്ട് തൊഴിലാളികൾ സമരം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് മാർക്സ് പറയുന്നത്. കാരണം അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് എന്തായാലും ബൂർഷയുടെ താല്പര്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മുതലാളിത്തം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു വ്യവസ്ഥയാണ്. ആദ്യത്തെ ചോദ്യം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പറഞ്ഞത്, സഖാവ് സന്തോഷിനോടാണ് ഞാൻ ചോദിക്കാനുള്ളത്. അപ്പം ഈ താങ്കൾ പറയാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിലാണ് എനിക്ക് ചോദിക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ പറയാൻ വിട്ടുപോയി എന്നുള്ളത്. കാരണം ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞ സംഗതി ഹൈജാക്ക് ചെയ്ത കുറേ ആൾക്കാരുടെ വിക്റ്റിമാണ് നിങ്ങൾ. കുറേ ആൾക്കാർ നിങ്ങളെ സന്തോഷമായിട്ട് വിക്റ്റിമാക്കിയിട്ടുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ആ ആള് തന്നെ, വിക്റ്റിം തന്നെ, അത് ആ ഒരു ശാസ്ത്രത്തിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കമ്മ്യൂണിസം, സോഷ്യലിസം ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ട്. ക്യാപിറ്റലിസത്തിലും അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? പിന്നെ ആഗോളതലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കാലത്ത് ഹിറ്റ്ലറിനേക്കാളും അമേരിക്കയും സഖ്യകക്ഷികളും അലൈഡ് ഫോഴ്സസ് അവർ പേടിച്ചിരുന്നത് ആരെയായിരുന്നു? സോവിയറ്റ് യൂണിയനായിരുന്നു. അതെന്തുകൊണ്ട് അഭിലാഷ് കൃഷ്ണൻ മനസ്സിലാക്കിയില്ല? ആ ഒരു പേടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസം ഒന്നുമല്ല. സ്റ്റിൽ നൗ ഒരു ചലഞ്ച് ബെറ്റർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ സംഗതിക്ക് അതിൻ്റെ ദോഷവശങ്ങളെ എന്തുകൊണ്ട് ഇവിടെ പറയുന്നില്ല? സംഗതി ശരിയാണ്, ഇവിടെ കമ്മ്യൂണിസമാണ് ചർച്ചാ വിഷയം, ശരിയാണ്. ക്യാപിറ്റലിസത്തിന് ഇതിനേക്കാളേറെ ദോഷവശങ്ങളുണ്ട് എന്നുള്ള കാര്യം ഭാവി പറയും. ഭാവിയിൽ അത് ചർച്ചയാവണം. അത് ഇവിടെയും ചർച്ചയാവേണ്ടതായിരുന്നു. അങ്ങനെ ആയിരിക്കണമായിരുന്നു ഈ ചർച്ച എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. രണ്ടിനും ദോഷവശങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ത്യയിലും കാണുന്നുണ്ട്. ഈ സമ്പത്തിനെ മുഴുവൻ ഇരുന്ന് കുറച്ച് ആൾക്കാർ മാത്രം കൈയടക്കിയിരുന്ന് ബാക്കിയുള്ളവനെ മുഴുവൻ പിച്ചക്കാരാക്കുന്ന ഒരു വ്യവസ്ഥ നല്ലതാണെന്ന് ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയില്ല. ഓഫ് കോഴ്സ് നമ്മൾ കണ്ട കമ്മ്യൂണിസ്റ്റുകാർ, പോൾ പോട്ട്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ കാര്യം ശരി പറഞ്ഞു. പിണറായി അടക്കമുള്ള ആൾക്കാരെ ഞാൻ ഇത് തുറന്നു പറയാം. ഇത് പ്രസ്ഥാനത്തിനെ പ്രസ്ഥാനത്തിനെ ഹൈജാക്ക് ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ മനസ്സിലായി. അവരെ മുൻനിർത്തി അതിനെ വിമർശിക്കാൻ എളുപ്പമാണ്. ക്യാപിറ്റലിസത്തിനെ ഒരു വക്താവിനെ എടുത്തു പറഞ്ഞ് നമ്മൾ പറയാനില്ല. അതിൻ്റേതായിട്ടുള്ള ദോഷവശങ്ങളുണ്ട്. കാലാകാലത്തേക്ക് അത് നിലനിൽക്കില്ല എന്ന് ഉറപ്പുണ്ട്. എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, അതിനെ സ്ട്രെസ് ചെയ്തില്ല എന്നുള്ള കാര്യം അഭിലാഷിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. രണ്ടുപേരോടും ഓരോ ചോദ്യം. വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇവിടെ ചർച്ചാ വിഷയമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം ഒരു മാർക്സിസം മാനവികമോ എന്ന് പറയുന്ന കുറേ കൂടി വലിയൊരു ചോദ്യത്തിൻ്റെ മുന്നിൽ അതൊരു വിഷയമല്ല, എടുക്കണ്ട. നമുക്ക് ആ വിഷയം വേറെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയായിട്ട് ഞാൻ കണക്കാക്കുന്നേ ഇല്ല. മാർക്സിസം ലെനിനിസം എന്ന് പറയുന്ന ചിന്താ പദ്ധതി ഈ പറയുന്ന ഒരു അതിനെക്കുറിച്ച് വേറൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കാര്യമില്ല. തൊഴിലാളി വർഗ രാഷ്ട്രീയം വർഗപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് നിലവിൽ വർഗങ്ങളായി സമൂഹം തിരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഈ എന്താ പറയുക ഏറ്റിറക്കങ്ങളിൽ, അതിൻ്റെ വ്യതിയാനങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കാരണം മാർക്സിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയതിന് ശേഷമുള്ള ഒരു 175 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ആ 175 വർഷക്കാലത്തിനിടയിലുള്ള ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ഘടനയിൽ ഉണ്ടാവേണ്ട തരത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് വേറെ സംസാരിക്കേണ്ടി വരും. അതുകൂടി വിലയിരുത്തിക്കൊണ്ട് വേണം ഇന്ന് സംസാരിക്കാൻ. അതുകൊണ്ട് 175 വർഷം മുമ്പ് എഴുതി വെച്ചതാണ് അവസാന വാക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ല, അതൊരു ചിന്താ പദ്ധതിയാണ് മുന്നോട്ട് വെച്ചത്. ആ ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ പറയുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഇത് പറയാം. വിപ്ലവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സാമൂഹ്യ വികാസ പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, പ്രകൃതിയുടെ വികാസ പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നൊരു കാര്യം തന്നെയാണ്. അതിനൊന്നും കമ്മ്യൂണിസ്റ്റുകാരായി നിന്നും ഒഴിഞ്ഞു മാറുന്നൊന്നുമില്ല. കാരണം നിലവിലുള്ള ഘടന മാറ്റണമെങ്കിൽ ആ ഘടനയെ നീക്കം ചെയ്യുക എന്ന് പറയുന്നൊരു പ്രക്രിയയിലേക്ക് വരേണ്ടി വരും. എല്ലാ ഘട്ടത്തിലും ഇത് ഉണ്ടായിട്ടുണ്ട്, എവിടെയും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ കീഴിൽ അവർക്കുള്ളിൽ തന്നെ എത്രയോ ഭരണ സംവിധാനങ്ങൾ മാറ്റപ്പെടുന്നു. ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത ഘട്ടങ്ങളിൽ എത്രയോ രക്തരൂഷിതമായിട്ട് ഈ പറയുന്ന ഏറ്റുമുട്ടലുകൾ ഈ പറയുന്ന വ്യവസ്ഥയ്ക്കുള്ളിൽ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിലവിലുള്ള വ്യവസ്ഥേനെ മാറ്റിക്കൊണ്ട് വേറെ തരത്തിൽപ്പെട്ട വ്യവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരും എന്നുള്ള വിചാരിക്കാവുന്നതാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് സമാധാനപരമായി ഇത്തരത്തിൽപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനാണ് വിപ്ലവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതും ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോടുള്ള ചോദ്യം എന്തുകൊണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നില്ല എന്നുള്ളതായിരുന്നില്ലേ? അതല്ലായിരുന്നു ചോദ്യത്തിൻ്റെ. പിന്നെ എന്തുകൊണ്ട് സ്റ്റാലിനെ ഭയന്ന കാര്യം, അത് രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു. ഈ ക്യാപിറ്റലിസത്തിന് ഏതെങ്കിലും ഒരു വ്യവസ്ഥയ്ക്ക് നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പരിണാമത്തിലൂടെ ഇവിടെ വന്നു. അതിനുശേഷം സോഷ്യൽ എവല്യൂഷനൊക്കെ നടന്ന് ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യ സമൂഹം കണ്ടുപിടിക്കുന്ന എല്ലാ വ്യവസ്ഥകൾക്കും അതിൻ്റേതായ ഗുണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തൊക്കെ തമ്മിലാണെന്ന് ആലോചിക്കണം. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ രണ്ട് വ്യവസ്ഥയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്സിസത്തിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് 10 കോടി ശവശരീരങ്ങളാണ്.
മുതലാളിത്തത്തിൻ്റെ നോക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും ഈ നാട്ടിൽ നടക്കുന്ന യുദ്ധങ്ങൾ, വേൾഡ് വാർ 2, അല്ലെങ്കിൽ ഇപ്പം ഉക്രൈനിലെ റഷ്യ ആക്രമണവും ഇസ്രയേൽ ഗാസ ആക്രമണവും എല്ലാം, അല്ലെങ്കിൽ കൊളോണിയലിസവും എല്ലാം മുതലാളിത്തത്തിൻ്റെ നിലയിലേക്ക് വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരികൾ നടത്തുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഇപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വേണമെങ്കിൽ മാർക്സിസത്തിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അത് ചെയ്യുന്നില്ല. കാരണം അവർ മാർക്സിസത്തെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ അവരെ വിമർശിച്ചിട്ട് ഈ ചർച്ചയിൽ അതിന് കാരണമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായ ചർച്ചയിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ മുതലാളിത്തത്തെ പറ്റി പറയുമ്പോൾ വ്യക്തികൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ ബലം അവനവനാണ് എന്നുള്ളൊരു വ്യവസ്ഥ. അതിനുശേഷം സപ്ലൈ ആൻഡ് ഡിമാൻഡ് തീരുമാനിക്കുന്ന രീതിയിൽ ആളുകൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, കൈമാറ്റം ചെയ്യുന്നു. ഈ വ്യവസ്ഥയാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനമായ 4 ഫിലോസഫി എന്ന് മെറ്റാഫിസിക്കലായിട്ടും എങ്ങനെയൊക്കെ നോക്കിയാലും അത് എല്ലാം എത്തിച്ചേരുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പ്, അവൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് അവന് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു വ്യവസ്ഥ, അതിനകത്ത് ഏറ്റവും ആദ്യം എടുത്ത് കളയുന്നത് മനുഷ്യർ തമ്മിൽ സഹകരിക്കുന്നത് കോഓപ്പറേഷനിലൂടെ ആയിരിക്കണം. അവർ പരസ്പരം വോളണ്ടറി ആയിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം. അതുവരെയുള്ള ഒരു വ്യവസ്ഥയായിട്ട് അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വ്യവസ്ഥയിൽ എങ്ങനെയാണ് കൊലപാതകങ്ങളൊക്കെ നിങ്ങൾ കൊണ്ട് കൂട്ടിക്കെട്ടുന്നത്? ഏതെങ്കിലും ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കുന്ന 100 കൂട്ടം കാരണങ്ങളുണ്ടാവും. മതപരമായ കാരണങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ വാർ നോക്കുക. എന്താണ് അതിൻ്റെ കാരണം? പുട്ടിന് ഒരു ദിവസം ഒരു പേടി തോന്നി, പുട്ടിന് അവരെ ആക്രമിക്കുന്നു. എന്താണ് ഇസ്രയേൽ ഗാസയുടെ പ്രശ്നം? വേൾഡ് വാർ 1 വേൾഡ് വാർ 2 പ്രശ്നം എന്താണ്? അതൊക്കെ അന്നേരത്തെ ആ സാഹചര്യങ്ങൾ, ഒരുപാട് കാരണങ്ങൾ കൂടി ചേർന്നിട്ടാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ യുദ്ധങ്ങളിലൂടെ നടന്ന മനുഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അവർക്കെതിരെ സംസാരിക്കുന്നവരെ ജയിലിലാക്കുന്നോ ഒന്നും നമുക്ക് മുതലാളിത്തത്തിൻ്റെ കൂടെ ചേർക്കാൻ പറ്റില്ല. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യാറുമില്ല. അതിലൊന്നാണ് അസമത്വം എന്ന് പറയുന്നത്. അപ്പോൾ അസമത്വം ഉണ്ടാകുന്നില്ലേ? മുതലാളിത്തത്തിൽ നിന്നുണ്ടേ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാനതിനൊരു പ്രശ്നമായി കാണുന്നില്ല. കാരണം അസമത്വം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൽ അതിൻ്റെ സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള കാര്യമാണ് അസമത്വം. അസമത്വം ഉണ്ടാകുന്നത് മുതലാളിത്തത്തിൻ്റെ പ്രശ്നമല്ല. എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ ചില വ്യക്തികൾക്ക് കഴിവ് കൂടുതലായിരിക്കും, ചില വ്യക്തികൾക്ക് കഴിവ് കുറവായിരിക്കും. കഴിവ് കൂടുതലുള്ളവൻ്റെ കയ്യിലേക്ക് കൂടുതൽ സ്വത്ത് വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ വ്യവസ്ഥ പ്രകാരം ഈ കൂടുതൽ സ്വത്തുള്ളവന് മറ്റുള്ളവരെ അവൻ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണോ അവന് ആ സ്വത്തുണ്ടാകുന്നേ നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് ലോകത്തുള്ള ബില്യനേഴ്സിനെയും മില്യനേഴ്സിനെയൊക്കെ നിങ്ങൾ നോക്കുക. അവരൊക്കെ ആരുടെയിൽ നിന്നും സ്വത്ത് തട്ടിപ്പറിച്ചതാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള വ്യവസ്ഥയും നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അതിനാണ് നമ്മൾ ലീഗൽ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പരസ്പരം ആക്രമിക്കാതിരിക്കാൻ വേണ്ടി. അത്ര സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ അംബാനി ഇവിടെ ഒന്നും ചെയ്യാതെ, അംബാനി നമുക്ക് ജിയോ തന്നിട്ട് ആ ജിയോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ, ആ പൈസ വെച്ചിട്ടാണ് അംബാനി പണക്കാരനാകുന്നത്. എങ്ങനെയാണ് വിരാട് കോഹ്ലി പണക്കാരനാകുന്നത്? എങ്ങനെയാണ് രജനീകാന്ത് പണക്കാരനാകുന്നത്? അവരൊക്കെ നമുക്കൊരു സർവീസ് തന്നിട്ട് ആ സർവീസിന് നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ടാണ് അവർ പണക്കാരനാകുന്നത്. അല്ലാതെ നമ്മളിൽ നിന്നൊന്നും തട്ടിപ്പറിച്ചിട്ടല്ല. അപ്പോൾ ഒരാളിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന എന്തെങ്കിലും ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ വ്യവസ്ഥയുടെ കുറ്റങ്ങൾ മുതലാളിത്തത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മുതലാളിത്തം എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും മഹത്തായ ദർശനം എന്നാണ്. ഞാൻ മുതലാളിത്തത്തെ പറ്റി ചെയ്ത പരിപാടിയുടെ പേര് തന്നെ മഹത്തായ ദർശനം എന്നാണ്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചു, സ്റ്റാലിനെയാണ് കൂടുതൽ ഭയന്നത്, ഹിറ്റ്ലറിനെ അല്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു സോവിയറ്റ് യൂണിയനെയാണ് ഹിറ്റ്ലറിനേക്കാൾ കൂടുതൽ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഈ ഫ്രാൻസൊക്കെ പേടിച്ചിട്ടുള്ളത്. അലൈഡ് ഫോഴ്സസ്. ഹിറ്റ്ലറിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് എളുപ്പമെന്നറിയാം. പക്ഷെ ഹിറ്റ്ലറിനെ ബുദ്ധിപൂർവ്വം അങ്ങോട്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയും ഒരിക്കലും സോവിയറ്റ് യൂണിയൻ ആരാണ് ഏറ്റവും വലിയ ഭീകരൻ? ആരാണ്? അപ്പൊ സ്റ്റാലിനാണോ ഹിറ്റ്ലറാണോ? എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ഭീകരത ചെയ്തത് ഈ അമേരിക്കയും കാര്യങ്ങൾ. ഹിറ്റ്ലർ ഭീകരൻ തന്നെ. പക്ഷെ അവര് ബുദ്ധിപൂർവ്വം ഹിറ്റ്ലറിനെ അങ്ങോട്ട് തിരിച്ചുവിട്ടത് സോവിയറ്റ് യൂണിയൻ തകർന്നോളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. വെയിറ്റ് ചെയ്യായിരുന്നു. സോവിയറ്റ് യൂണിയനാണ് ഹിറ്റ്ലറെ തോൽപ്പിച്ചത് സത്യത്തില്. അന്നത്തെ കാര്യമാണ്, ഒരു സംശയമില്ല. സോവിയറ്റ് യൂണിയനെ ഹിറ്റ്ലറിനെ സോവിയറ്റ് യൂണിയൻ തോൽപ്പിച്ചു എന്നുള്ളതാണ് മാർക്സിസം വീണ്ടും എല്ലാ സമൂഹങ്ങളിലും പടരാൻ കാരണം. അന്ന് ഹിറ്റ്ലറും കൂടെ തോറ്റിരുന്നെങ്കിൽ ലോകത്തിൽ ഒരു 50 കോടി ആൾക്കാരെങ്കിലും ജീവനോടെ ഇരുന്നേനെ. കാരണം അന്നത്തോടെ ഹിറ്റ്ലറായിരുന്നു ഏറ്റവും വലിയ വില്ലൻ. ഹിറ്റ്ലറിൻ്റെ ഈ നാസിസം ആയിരുന്നു അന്നും ഇന്നും ആൾക്കാരൊക്കെ സംസാരിക്കുമ്പം ഹിറ്റ്ലറിനെയാണ് ഏറ്റവും ഭീകരൻ. സ്റ്റാലിനെ അധികം ആരും ഭീകരനായിട്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഈവൻ നെഹ്റു പോലും ഈ സ്റ്റാലിനെ ഒരു ആരാധനയോടെ നോക്കിയിരുന്നുകൊണ്ട് മാത്രമാണ് മാർക്സിസം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്ന എൻ്റെ അഭിപ്രായം. സമയപരിമിതിയോട് തോണ്ടുന്നതാണ് കേട്ടോ.
ഞാൻ രണ്ട് കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ചോദ്യമായിട്ട് വന്നിട്ട് മാർക്സിസം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിലാണ്. ഞാൻ പറയുന്നത് മാർക്സിസം നടപ്പിലാക്കുക എന്ന് പറയുന്നത് അങ്ങനെ നടപ്പിലാക്കപ്പെടുന്ന ഒരു കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുന്നത്. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ ആ തരത്തിൽപ്പെട്ട എല്ലാവർക്കും സമത്വപൂർണ്ണമായിട്ടുള്ള മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാക്കുന്ന തരത്തിൽ സമൂഹം മാറി തീരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള തരത്തിൽ സാമൂഹ്യ സംവിധാനങ്ങൾ മാറ്റം വരുത്താനും ഇടപെടാനും കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതിൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന ആൾക്കാരും അത് അങ്ങനെ തന്നെയാണോ കൈകാര്യം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല. എങ്കിലും ആ തരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ചർച്ചയിൽ ഒരു വളരെ കൃത്യമായിട്ടൊരു നിലപാട് അഭിലാഷ് കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു എന്നുവെച്ചാൽ ഈ സംഭവത്തിൽ. എന്താ വെച്ചാൽ ഹിറ്റ്ലർ ജയിച്ചിരുന്നുവെങ്കിൽ കുറേയും കൂടി മരണങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്ന് പറയുമ്പോൾ ആ കാര്യം വളരെ ക്ലിയറാണ്. ഒരു സാമൂഹ്യ സംവിധാനം എന്നുള്ള നിലയിൽ മുതലാളിത്തമാണ് ഏറ്റവും ജനകീയമായ ഏറ്റവും മാനവികമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, മുതലാളിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്തെങ്കിലും യുദ്ധങ്ങളൊക്കെ നടത്തണമെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. അതേസമയം അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റത്തിൻ്റെ വിഷയമാണ് എന്നാണ് അതിൻ്റെ ഒരു വിസ്തീർണത്തിൻ്റെ കാതലായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യം ഇനി കൂടുതൽ വിസ്തീരിക്കേണ്ടതില്ല എന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അന്ന് സോവിയറ്റ് യൂണിയനും കൂടെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ്, അല്ലാതെ ഹിറ്റ്ലറിനെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ തലയിലേക്ക് വെക്കരുത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അത് ഞാൻ ഇത്രയും നേരം ഫോഴ്സിനെതിരെയും അക്രമത്തിനെതിരെയും പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്യുക? ഹിറ്റ്ലർ പരാജയപ്പെട്ടു, പക്ഷേ സോവിയറ്റ് യൂണിയനാണ് ഹിറ്റ്ലറിനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് സോവിയറ്റ് യൂണിയന് ഒരു സോവിയറ്റ് യൂണിയനുള്ള ഒരു ആരാധന അല്ലെങ്കിൽ ഒരു സ്നേഹം സമൂഹത്തിനുണ്ടായി എന്നും മാർക്സിസത്തിന്റെ പ്രശ്നം ആളുകൾക്ക് മനസ്സിലായില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ അതിനെ വളച്ചൊടിച്ച് ഞാൻ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്തെന്നാക്കി. ഹിറ്റ്ലറിൻ്റെ സൈന്യം റഷ്യയിൽ സോവിയറ്റ് യൂണിയനിൽ കയറിയപ്പോൾ ആദ്യം അവിടുത്തെ പെറിഫറി മോസ്കോവും ഇതൊക്കെ ലെനിൻഗ്രാഡൊക്കെ വിട്ട് പെറിഫറിയിലൂടെ മുന്നേറുമ്പോൾ സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ ജർമ്മൻ സൈന്യത്തെ സ്വീകരിക്കുന്നു, അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ല. മോസ്കോൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ അവർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളൂ. ആദ്യമൊക്കെ റഷ്യക്കാർ സോവിയറ്റ് യൂണിയൻകാർ ഹിറ്റ്ലറുടെ സൈന്യത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഒരു കാര്യം അതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ. ഇത് മാത്രമല്ല, ഇവർ ഈ ഹിറ്റ്ലറിനെയൊക്കെ വലിയ വില്ലനായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ഈ ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിലൊരു രഹസ്യ ഉടമ്പടി ഉണ്ടായിരുന്നല്ലോ വേൾഡ് വാർ 2 സമയത്ത്, യുദ്ധസമയത്ത്. അപ്പോൾ ഇവർ കൂട്ടുകാരൊക്കെ ആയിരുന്നു, എന്തോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി എന്നേ ഉള്ളൂ. ഇപ്പം പക്ഷേ സംസാരിക്കുമ്പോൾ ഹിറ്റ്ലർ വില്ലൻ, സ്റ്റാലിൻ ഹീറോ എന്നാണ്. ഇപ്പോൾ കേരളത്തിലെ പല പ്രൊഫൈലുകളുടെയും ബ്രാക്കറ്റിൽ സ്റ്റാലിനിസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് ആളുകൾ സംസാരിക്കുന്നത് കാണാം. ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. അല്ല, ഈ അന്താരാഷ്ട്രമൊക്കെ വിട്ടിട്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് ടാക്സ് മേടിക്കുമ്പോൾ പൈസ ഉള്ള ആളിന് ടാക്സ് മേടിച്ചിട്ട് അത് പൈസ ഇല്ലാത്തവർക്ക് ടാക്സ് കൊടുക്കാൻ ശേഷി കുറവുള്ളവർക്ക് വിതരണം ചെയ്യുകയാണല്ലോ സോഷ്യലിസം. അപ്പോൾ ടാക്സ് അധികം കൊടുക്കാൻ ശേഷിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ടാക്സ് പിടിക്കുമ്പോൾ കേന്ദ്രം ആർക്കാണ് തിരിച്ച് ടാക്സ് കൊടുക്കേണ്ടത്, തിരിച്ച് ഇത് വിതരണം ചെയ്യേണ്ടത്? ടാക്സ് അധികം പേ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്കാണോ അതോ ടാക്സ് അധികം പേ ചെയ്യാൻ ശേഷിയില്ലാത്ത സംസ്ഥാനങ്ങൾക്കാണോ? ചോദ്യം ആരോടാണ്? സന്തോഷ് സാറോടാ? സന്തോഷ് സാറോട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഏതാണ്ട് ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സാറ് 5 മിനിറ്റ് സംസാരിക്കും. തുടർന്ന് അഭിലാഷ് 5 മിനിറ്റ് സംസാരിക്കും. കൺക്ലൂഷനാണ്. അതോടുകൂടി പരിപാടി അവസാനിക്കുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ഒരു സംഗതി സോഷ്യലിസ്റ്റിൻ്റെ ഈ പറയുന്ന മാറ്റം ടാക്സ് എടുത്തിന് പിടിച്ച് വേറെത്തിരി കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല, സ്വത്തുടമസ്ഥയുടെ ഉൽപ്പാദന സംവിധാനങ്ങളെ പൊതു ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സാമൂഹ്യം നടക്കേണ്ട ഉൽപ്പാദന പ്രക്രിയ എന്ന് പറയുന്ന സംഗതി പൊതു ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തിനും ടാക്സ് പിടിച്ച് വേറെത്തിരിക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു വ്യവസ്ഥയല്ല. ഇത് ആവർത്തിച്ച് പറയുന്നൊരു ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്സിസത്തിനെ സംബന്ധിച്ചുള്ള ഏത് പഠനങ്ങളും ഏത് നിരീക്ഷണങ്ങളും ഏറ്റവും മാനവികമായ ഒരു ഉള്ളടക്കത്തിലാണ് മാർക്സ് ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ കാര്യങ്ങൾ സാമൂഹ്യമായിട്ടുള്ള വികാസ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ സാമൂഹ്യമാറ്റം നടക്കണമെങ്കിൽ അത് സാമൂഹ്യമാറ്റത്തിൻ്റെ ഈ ഒരു ഘട്ടം മാത്രമല്ല, മറ്റ് ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. അത് ഒരു അടിമ വ്യവസ്ഥയിൽ നിന്ന് മാറി
അടിമകളും ഉടമകളും ഉണ്ടായിരുന്നത് മാറി ഈ പറയുന്ന ഭൂമിയുടെ കാര്യത്തിൽ ഫ്യൂഡൽ ഉടമസ്ഥത വരുന്ന സമയത്ത്, ആ തരത്തിൽ സാമൂഹ്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സ്ഥാപിക്കപ്പെടുന്ന സമയത്തും ഈ തരത്തിൽപ്പെട്ടുള്ള ഏറ്റുമുട്ടലുകൾ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന മറ്റേ ഫ്രഞ്ച് വിപ്ലവവും ബ്രിട്ടനിലെ ഇതൊക്കെ നടക്കുന്ന സമയത്ത് സോഷ്യലിസ്റ്റിൻ്റെ പേരിലൊന്നല്ല അതുണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ഘട്ടത്തിലും അതിൻ്റെ സിവിൽ വാറിൻ്റെ സമയത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ നിലവിൽ അധികാരം നിലനിർത്തുന്ന ആളുകൾ അത്തരത്തിൽപ്പെട്ടൊരു മാറ്റം സ്വീകരിച്ചിരുന്നില്ല, സ്വീകരിക്കാൻ തയ്യാറല്ല. അത് ശരിയാണ്. അത് മറ്റേ തൊഴിലാളി വർഗം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മാറുന്ന ഘട്ടത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. മറ്റ് ഘട്ടങ്ങളിലും സാമൂഹ്യ വ്യവസ്ഥ ഒരു ഘട്ടത്തിൽ മാറുമ്പോൾ ഈ അധികാരങ്ങളും സമ്പത്തും കൈയടക്കി വെച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് കൈയൊഴിയാൻ മനസ്സില്ല. ഇത് ഭൂരിപക്ഷത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് വരുമ്പോൾ അതെങ്ങനെയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ തടഞ്ഞോ എന്ന് പറയാൻ കഴിയില്ല എന്നൊരു നിലപാട് മാർക്സിസ്റ്റുകൾക്ക് ഉണ്ടായി. ശരിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു രാജ്യത്തെ ഭൂരിപക്ഷം ജനതയുടെ ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടാൽ അധികാരവും പട്ടാളവും ഭരണ സംവിധാനങ്ങളും കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം തർക്കമില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പേരിൽ അങ്ങനെ അത് അങ്ങനെ സംഭവിക്കാനിടയുണ്ട് എന്നുള്ള ചരിത്രത്തിലുണ്ടായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും അങ്ങനെ സംഭവിക്കാം എന്ന് പറയുന്നൊരു നിലപാടിൻ്റെ അടിസ്ഥാനമാണ് തൊഴിലാളി വർഗത്തിന്. അങ്ങനെ വരുമ്പോൾ അത് കൈയടക്കി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ അത് നിലനിർത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ തൊഴിലാളി വർഗം ഇതിൻ്റെ സർവാധിപത്യം സ്ഥാപിക്കുന്നത് തന്നെ ഒരുപക്ഷെ തൊഴിലാളി വർഗത്തിനെ അടക്കം ഇല്ലാതാക്കി തീർക്കുന്ന തൊഴിലാളി വർഗം തന്നെ ആവശ്യമില്ല. കാരണം എന്താ, സാമൂഹ്യോൽപാദനം നിർവഹിക്കപ്പെടുന്നത് പൊതു ഉടമസ്ഥയിലാണെങ്കിൽ പിന്നെ മുതലാളിയുടെയും തൊഴിലാളിയുടെയും ആവശ്യമില്ലാത്ത തരത്തിൽപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് സമൂഹം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഭരണവ്യവസ്ഥയുടെ ഈ പറയുന്ന ബലപ്രയോഗത്തിൻ്റെ മറ്റു തരത്തിൽപ്പെട്ടൊരു കാര്യത്തിൻ്റെ ആവശ്യം വരില്ലെന്നും അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യൻ കുറേ കൂടി സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കാൻ, എല്ലാവർക്കും അവരവരുടെ മറ്റേ കഴിവിനനുസരിച്ച് അധ്വാനിക്കാനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും കഴിയുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മുന്നേറാൻ വേണ്ടി മനുഷ്യവംശത്തിന് കഴിയേണ്ടതുണ്ട് എന്നുള്ളൊരു സങ്കല്പനം മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മാർക്സ് മുന്നോട്ട് വെച്ച സങ്കല്പനത്തിൻ്റെ അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു മൂർത്തമായിട്ടുള്ള നിലപാട് മാർക്സ് പറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഈ ഒരു നിലപാട് അത്തരത്തിൽപ്പെട്ട് സാമൂഹ്യ വ്യവസ്ഥ രൂപം കൊള്ളേണ്ടതുണ്ട്. ഒരു മനുഷ്യന് ഒരാൾ മറ്റൊരാളെ ഭരിക്കുന്ന തരത്തിൽ നമ്മുടെ മേലൊരു അധികാര പ്രയോഗത്തിൻ്റെ യാതൊരു ആവശ്യമില്ലാത്തതും അങ്ങനെ ഇല്ലാത്തതുമായിട്ടുള്ള സമൂഹം ആണ് വേണ്ടത് എന്ന് പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽപ്പെട്ട ഒന്നായിട്ടാണ് തിരിച്ചറിയപ്പെടേണ്ടത്. അതിന് പകരം ഈ പറയുന്ന സ്വകാര്യ ഉടമസ്ഥതയും അതിൻ്റെ സമ്പത്തുൽപാദന വ്യവസ്ഥയും നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സമ്പത്തിൻ്റെ വരെയുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. ഒറീസയിൽ ജാർഖണ്ഡിലെ ആദിവാസിക്ക് അദാനിക്ക് നൽകപ്പെട്ടുള്ള കോൾ ബ്ലോക്കുകളുടെ കാര്യത്തിൽ അത് പറ്റില്ല, ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയുന്ന സമയം വരെയുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് മാവോയിസ്റ്റ് ആക്രമണത്തിൻ്റെ ഇതിനെ അവസാനിപ്പിക്കുന്നതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് അവസാനിപ്പിക്കുന്നതിൻ്റെ പേരിൽ ജയിലിലടച്ചോ ആ കാര്യം അവസാനിപ്പിക്കപ്പെടും. അത് യാതൊരു തർക്കത്തിൻ്റെയും വിഷയമില്ല. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മൂലധനത്തിന്, നിങ്ങളുടെ സമ്പത്തിന് മുന്നേറാൻ വേണ്ടിയിട്ട് അതിനുപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ തലമുണ്ടല്ലോ. ജാർഖണ്ഡിൽ ആദിവാസിക്ക് അവർ ജീവിക്കുന്ന മണ്ണിൽ ഈ പറയുന്ന കോൾ ബ്ലോക്കുകൾ നിശ്ചയിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണിൽ തുറന്ന് ജീവിക്കണമെന്ന് പറയാനുള്ള അവകാശമില്ല, വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് ഒന്നായിട്ട് മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്നുമില്ല. അതെവിടെയാണെങ്കിലും അതിന് അപ്പുറത്ത് സാമൂഹ്യോൽപാദനത്തിൻ്റെ തോതുണ്ടാവുമ്പോഴേ അത്തരത്തിൽപ്പെട്ട മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉയർന്ന രൂപം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മാർക്സിസത്തിനേക്കാളും മാനവികമായ മറ്റൊരു പ്രത്യയശാസ്ത്ര ധാരണയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. എനിക്ക് കിട്ടിയൊരു ചോദ്യം അതും കൂടെ പറഞ്ഞിട്ട് തുടങ്ങാൻ. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ മാറ്റത്തിന് മാർക്സിസം സഹായകരമായിട്ടില്ലേ എന്നാണ് ചോദ്യം. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു വിമർശനം എഴുതിയപ്പോൾ അന്നും ഞാൻ എഴുതിയൊരു കാര്യമാണ്, ഒരുപക്ഷെ അന്നത്തെ കാലത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് ഒരു ബെനിഫിറ്റ് ഓഫ് ടൈം മാർക്സിന് കൊടുക്കാം, അല്ലാതെ അദ്ദേഹം കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സംവാദത്തിന് വേണ്ടി മാർക്സിസത്തെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരാൾ എന്ന രീതിയിലുള്ള
ഒരു അഡ്വാൻറ്റേജ് പോലും നമുക്ക് മാർക്സിന് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്നത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചിന്താ പദ്ധതികളെയും മാർക്സ് ഉട്ടോപ്യൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന് ശേഷം ശാസ്ത്രീയമായി താൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞൊരു കാര്യം വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഈ ഒരു ബൂർഷാ ജനാധിപത്യം അല്ലെങ്കിൽ ഒരു ബൂർഷാ ഭരണകൂടത്തിൽ നിന്ന് പരസ്പരം ഉണ്ടാകുന്ന നെഗോഷിയേഷനിലൂടെ തൊഴിലാളിക്ക് ഒന്നും നേടിയെടുക്കാനില്ല, പകരം അവൻ്റെ സാഹചര്യങ്ങളെ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ സമൂഹം മാറൂ എന്നുള്ളൊരു പ്രത്യയശാസ്ത്രമാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പം ആ കാലഘട്ടത്തിലെ തൊഴിലാളിക്ക് ഗുണകരമായ ഒന്നും മാർക്സിസത്തിൽ നിന്ന് കിട്ടാനില്ല, അതേസമയം മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട് താനും. ഇദ്ദേഹം ഇവിടെ വേറൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് ധാർമ്മികതയെ പറ്റിയിട്ടാണ്. എല്ലാ കാലത്തും അനാദികാലത്തേക്കുള്ള ധാർമ്മികത ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അനാദികാലത്തേക്കുള്ള ധാർമ്മികത മനുഷ്യനുണ്ട്. തൻ്റെ സഹജീവിയെ ഉപദ്രവിക്കാതെ ജീവിക്കുക, സ്വന്തം ജീവൻ നിലനിർത്താനായി അധ്വാനിക്കുക, ഭൗതികമായും കായികമായും അധ്വാനിക്കുക, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയ കുറച്ച് സമയം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നുള്ളതൊരു ധാർമ്മികരമായ തീരുമാനമാണ്. അത് അനാദികാലത്തേക്കുള്ള തീരുമാനം തന്നെയാണ്. മറ്റൊരാളെ ഉപദ്രവിക്കാതെ അക്രമം ചെയ്യാതെ ജീവിക്കുക, നീതി പാലിക്കുക എന്നുള്ളതാണ്. നീതി എന്ന് പറയുന്നത് മനുഷ്യൻ ആലോചിച്ച് ചിന്തിച്ച് കണ്ടുപിടിച്ച് ഓരോരുത്തർക്കും അർഹിച്ചത് എന്താണോ അത് അവന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രോപ്പർട്ടി റൈറ്റ് ഒക്കെ വരുന്നത്. ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ അത് അവൻ്റേതാണ് എന്ന് പറയുന്ന സമൂഹത്തിൽ മാത്രമേ നീതി നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ നീ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിലും, നീ മറ്റുള്ളവരുടെ ചൂഷണം ചെയ്യുകയോ ചൂഷണം ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലും അതെല്ലാം പൊതു സ്വത്താക്കി ഞങ്ങൾ മാറ്റുമെന്ന് പറയുന്നത് ഏത് കാലത്തും നീതികരമായ ഒന്നല്ല. അതേസമയം ഓരോരുത്തർക്കും അവർക്ക് അനുവദിച്ചത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് നീതികരമായ ഒരു സമൂഹമായിരിക്കും. അപ്പം അനാദികാലത്തേക്ക് ധാർമ്മികത മനുഷ്യന് പാലിക്കാൻ പറ്റും. മനുഷ്യൻ്റെ യുക്തി ഉപയോഗിച്ച് അവൻ തന്നെ കണ്ടെത്തുന്നതാണത്. ഇനി കൂട്ടമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും എന്നുള്ളതായിരുന്നല്ലോ മാർക്സ് പറഞ്ഞത്. അപ്പം ക്യാപിറ്റലിസം ഉണ്ടാക്കിയ മെഷീനറീസ് വെച്ചിട്ട് കൂട്ടമായി പ്രവർത്തിക്കും എന്നുള്ളത്. കൂട്ടമായി അധ്വാനിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകും എന്ന് പറയുന്നത് മറ്റൊരു ഉട്ടോപ്യൻ സങ്കല്പമാണ്, അല്ലെങ്കിൽ മറ്റൊരു തെറ്റായ മാർക്സിൻ്റെ സങ്കല്പമാണ്. അങ്ങനെ കൂട്ടമായി അധ്വാനിച്ചാലൊന്നും മനുഷ്യന് പുരോഗതി ഉണ്ടാകില്ല. മനുഷ്യന് പുരോഗതി ഉണ്ടാകുന്നത് ആശയങ്ങളിലൂടെയാണ്. ഞാൻ ഈ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ടാഗ് ലൈനിൽ നിന്ന് ഈ മാർക്സിസത്തെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇട്ടതൊന്നുമല്ല ഈ വിഷയം സംസാരിക്കണം, അവിടെ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെക്കണമെന്ന്. പക്ഷേ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ്, ഇൻഡിവിജ്വൽസ് ഐഡിയ ഈസ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഐഡിയ ക്യാൻ ചേഞ്ച് ദിസ് വേൾഡ് എന്നുള്ളത് മാർക്സിസത്തിന് എതിരായിട്ടുള്ളൊരു സംഭവമാണ്. മാർക്സിസത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് സമൂഹവുമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ശരിയാണ്, സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ചിന്തകളെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ഇൻഡിവിജ്വൽ, വ്യക്തി എന്ന് പറയുന്നത്. വ്യക്തിയുടെ ഐഡിയയിലൂടെ, ആ ഐഡിയയിലൂടെയാണ് അവൻ ലോകം മാറ്റി തീർക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഏതെങ്കിലും പുതിയ ഐഡിയ കൊണ്ടുവരിക, ഇന്നോവേഷൻ, ടെക്നോളജി ഒക്കെ ഉണ്ടാകുന്നത് ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ തലയിൽ ചിന്തിച്ചതാണ്. അല്ലാതെ കൂട്ടമായി അധ്വാനിച്ചത് കൊണ്ട് മാത്രം ഒരു സമൂഹം ഒരിക്കലും മുന്നോട്ട് പോകില്ല. മാർക്സ് മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല. വ്യക്തിയുടെ ചിന്തകളെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അവൻ്റെ ആവശ്യങ്ങൾ കൂട്ടമായി നിറവേറ്റുമ്പോൾ മാത്രമേ അവൻ പൂർണ്ണമായ മനുഷ്യനാകുകയുള്ളൂ എന്ന സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും അതുകൊണ്ട് തന്നെ കൂട്ടമായി അധ്വാനിക്കണമെങ്കിൽ ഇപ്പോഴുള്ള വ്യവസ്ഥയെ തിരിച്ചു വെച്ച് തകിടം മറിച്ചതിന് ശേഷം കൂട്ടമായി അധ്വാനിക്കുന്ന ഒരു സിസ്റ്റം അദ്ദേഹം വിഭാവനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏതൊക്കെ സമൂഹങ്ങൾ മാർക്സിസം സ്വീകരിക്കാതിരുന്നു ആ സമൂഹങ്ങളൊക്കെ സൂപ്പർ അബണ്ടൻസിലേക്ക്, സമ്പൽ സമൃദ്ധിയിലേക്ക് പോവുകയും മാർക്സിസം വിഭാവനം ചെയ്ത ഇന്നേലിയനേറ്റഡുള്ള ഇൻഡിവിജ്വൽസിനെ സൃഷ്ടിക്കാൻ ക്യാപിറ്റലിസത്തിന് കഴിഞ്ഞതും, അതേസമയം മാർക്സിസത്തിൽ കംബോഡിയയിലെ കില്ലിംഗ് ഫീൽഡിലും മാവോ നടത്തിയ ചൈനയിലെ കൾച്ചറൽ റെവല്യൂഷനിലൊക്കെ മനുഷ്യർ മരിച്ചു വീഴുന്നതും. അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ എല്ലാത്തരം തെളിവുകളും മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മനുഷ്യൻ്റെ പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും മാർക്സിസം മാനവിക വിരുദ്ധമായ ഒരു ആശയമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശയങ്ങൾ തമ്മിൽ അതിശക്തമായി പോരടിക്കുമ്പോഴും വളരെ സൗഹാർദ്ദപരമായി ഈ സംവാദം ഇവിടെ അവസാനിപ്പിച്ച ഇരു സംവാദകർക്കും മോഡറേറ്റർ എന്ന നിലയിലും എസൻസ് ഗ്ലോബലിൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത അറിയിക്കുകയാണ്. നമ്മൾ എസൻസ് ഗ്ലോബൽ സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫാസിസ്റ്റുകളുമായി സംവാദം പ്രായോഗികമല്ല, പാടില്ല എന്നൊക്കെ വാദിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്. ഒരുപക്ഷെ ഒരു ഫാസിസ്റ്റ് സമൂഹത്തിലോ ഒരു മാർക്സിസ്റ്റ് സമൂഹത്തിലോ ഏതെങ്കിലും മതത്തിൻ്റെ കീഴിലുള്ള ഒരു ഭരണകൂടത്തിന് കീഴിലോ നമുക്ക് സംവാദങ്ങൾ സാധ്യമല്ല. പക്ഷേ ജനാധിപത്യ ഭരണകൂടം, ജനാധിപത്യ ഭരണ സംവിധാനവും ഭരണഘടനയും ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലത്തോളം എസൻസ് ഗ്ലോബൽ സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. അത് മാർക്സിസ്റ്റുകളോടായാലും ഫാസിസ്റ്റുകളോടായാലും BJPക്കാരോടായാലും
കമ്മ്യൂണിസ്റ്റുകാരായാലും മറ്റേത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗുകാരോടായാലും ജമാഅത്ത് ഇസ്ലാമിക്കാരായാലും സംവാദങ്ങൾ സംഘടിക്കുന്നതിന് എസൻസ് ഗ്ലോബൽ തയ്യാറാണ്. ഇനി അത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. ശ്രീ സന്തോഷ് ടി എല്ലിന് മെമെൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കണ്ണൂർ പ്രതിനിധി സെക്രിയ KVയെ ക്ഷണിക്കുന്നു. അഭിലാഷ് കൃഷ്ണന് മെമെൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ പത്തനംതിട്ട പ്രതിനിധി ശ്രീജിത്ത് എസിനെ ക്ഷണിക്കുന്നു. സുശീൽ കുമാറിന് മെമെൻറ്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കോട്ടയം പ്രതിനിധി സൂരൻ നൂറനാട്ടുകരനെ ക്ഷണിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കും മെമെൻറ്റോ നൽകാൻ എത്തിയവർക്കും നന്ദി.